ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. മാ ضل സാഹിബുകും വമാ ഗവാ. നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, ദുർമാർഗിയായിട്ടുമില്ല. വമാ യൻതിഖു അനിൽ ഹവാ. അദ്ദേഹം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നുമില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അത് അദ്ദേഹത്തിന് ദിവ്യസന്ദേശമായി നൽകപ്പെടുന്ന ഒരു ഉത്ബോധനം മാത്രമാകുന്നു. അല്ലമഹു ശദീദുൽ ഖുവാ. ശക്തിമത്തായ കഴിവുള്ളവൻ അഥവാ ജിബ്രീൽ എന്ന മലക്കാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ദൂ മിർറത്തിൻ ഫസ്തവാ. കരുത്തുള്ള ഒരു വ്യക്തി, അങ്ങനെ അദ്ദേഹം സാക്ഷാൽ രൂപത്തിൽ നിലകൊണ്ടു. വഹുവ ബിൽ ഉഫുഖിൽ അഅ്ലാ തുമ്മ ദനാ ഫതദല്ലാ. അദ്ദേഹമാകട്ടെ അത്യുന്നതമായ മണ്ഡലത്തിലായിരുന്നു. പിന്നെ അദ്ദേഹം അടുത്തുവന്നു, അങ്ങനെ കൂടുതൽ അടുത്തു. ഫകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. അങ്ങനെ അദ്ദേഹം രണ്ടു വില്ലുകളുടെ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഈ കുട്ടികൾക്ക് മാത്രമായിട്ട് മൂന്നാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ ഞാൻ എടുക്കണത് കേട്ടോ. ഒന്ന് ഇവിടെ എടുത്തു, ഒന്ന് ഇന്ന് അൽമുന എന്ന് പറഞ്ഞ ഇവിടെ ഒരു സ്കൂളുണ്ടല്ലോ അല്ലേ, അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? എൻ്റെ ക്ലാസ് പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ ഇരിക്കണേൽ? ഇല്ലല്ലോ അല്ലേ? ഉണ്ടോ? അവിടെ ഉണ്ടായിരുന്നോ? ക്ലാസ്സിലുണ്ടായിരുന്നോ? ആ ശരി. അപ്പോൾ പിന്നെ എടുത്തു. ഈ രണ്ട് ക്ലാസ്സിലും എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്ന് വിചാരിച്ചാൽ, നാട്ടിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം, ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ അവരൊന്ന് എത്ര മിണ്ടാതിരിക്കാൻ പറഞ്ഞാലും കുറേ കഴിയുമ്പോൾ അടുത്ത ആളോട് എന്തെങ്കിലും ഒന്ന് പറയും. അപ്പം അത് ഇവിടെ വല്ലാതെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. അത് എനിക്കൊരു ഭയങ്കര സന്തോഷം. ഞാൻ സ്കൂളിൽ പോയപ്പോൾ എന്തായിരുന്നാലും ഇവിടുത്തെ പോലെയല്ല, അവിടെ എന്തായാലും ഒരു അച്ചടക്കം കിട്ടില്ല എന്ന് വിചാരിച്ചില്ല. അവിടെ നല്ല കുട്ടികൾ വളരെ അല്ലേ വളരെ സൈലൻ്റ് ആയിട്ടായിരുന്നു. അപ്പം അത് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഇനി ആരെങ്കിലും നമ്മളുടെ ഈ നിർദ്ദേശത്തിന് വിരുദ്ധമായി പെരുമാറിയാൽ അവര് നമ്മുടെ സദസ്സിനോട് ഒരു മര്യാദകേട് കാണിച്ചിരിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്കൊരു അനുവാദം തരണം. എനിക്ക് അത്രമാത്രം ആവശ്യം. ഞാൻ അവരെ വിളിച്ച് പറയും, നീ ക്ലാസ്സിലെ അച്ചടക്കം ലംഘിച്ചു എന്ന് ഞാൻ അവരോട് പറയും. അതിനുള്ളൊരു അനുവാദം സമ്മതായോ? ആയോ? പറഞ്ഞ് മനസ്സിലായില്ല? നമ്മൾ നല്ലൊരു സൈലൻ്റായ അവസ്ഥ പ്രതീക്ഷിക്കുന്നു. ഇനി അഥവാ ആരെങ്കിലും അതിന് വിരുദ്ധമായി പെരുമാറുകയാണെങ്കിൽ ഒരു പെർമിഷൻ, അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ, ഒന്ന് റിമൈൻ ചെയ്യാനുള്ള ഒരു പെർമിഷനും എനിക്ക് എന്ത് ചെയ്യണം, തരണം. തന്നോ? കുറച്ച് സമയമുള്ള ക്ലാസ് അല്ലേ, ഇരുത്ത ഒരു ബുദ്ധിമുട്ടാന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഇപ്പോൾ ക്ലാസ് ഒന്ന് സക്സസ് ആവാൻ വേണ്ടി പറയാണ് കേട്ടോ. അവിടെ ഗേൾസ് കേട്ടോ? കേട്ടില്ലേ? ഓക്കെ, എന്നാൽ ഞാൻ തുടങ്ങുകയാണ്. ഞാൻ പിന്നെ രണ്ട് സംഭവങ്ങൾ പറയും, എന്നിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കും എന്തിനാണ് ഞാനത് പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരു ക്ലാസ് നിങ്ങളുടെ പ്രായത്തിലുള്ള ആളുകൾക്ക് സംഘടിപ്പിച്ച് അതിൻ്റെ തുടക്കത്തിൽ ഞാൻ എന്തിനാണ് ഈ രണ്ട് സംഭവങ്ങൾ പറഞ്ഞത് എന്ന് സംസാരിച്ചു ഞാൻ ചോദിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ് ഞാൻ നടപ്പിലാക്കും. ക്ലാസ് എടുത്തില്ലെങ്കിലും വേണ്ടില്ല എനിക്ക്, മനസ്സിലായില്ലേ? മൈക്ക ലാസ്റ്റ് ശരിയാക്കില്ല അല്ലേ? ഇനി ശരിയാക്കില്ല. പിന്നെ തീരുമാനിച്ചില്ലേ? നിങ്ങളൊരു പെർമിഷൻ കേട്ടോ. ഞാൻ എല്ലാവരോടും ചോദിക്കാം. ഫോണൊക്കെ ഓഫായിരിക്കും വിചാരിക്കണം നിങ്ങളെല്ലാവരും അല്ലേ? റെഡി. അപ്പം ഞാൻ രണ്ട് സംഭവം പറയും. പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനായിരുന്നു ഇങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു ക്ലാസ് വെച്ച സമയത്ത് ഞാൻ എന്തിനാണ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞത് എന്നൊരു പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലുള്ള
വളരെ ബുദ്ധിയുള്ള കുട്ടികൾക്ക് പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടാൽ പറ്റും. എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒരു ക്ലാസ്സിൽ ഞാൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞത് എന്ന് ഞാൻ ചോദിക്കും. ഞാൻ ഇന്ന് സ്കൂൾ ക്ലാസ് എടുത്തപ്പോൾ ഞാനൊരു സംഭവം പറഞ്ഞ് അവരോട് ചോദിച്ചു. ഒരു കുട്ടി പറഞ്ഞു, വളരെ ഇഷ്ടമായ കുട്ടി, മുസ്ലിം കുട്ടിയല്ല, ഒരു മുസ്ലിം കുട്ടിയാണ് പറഞ്ഞത്. പക്ഷെ അത് നന്നായിട്ട് പറഞ്ഞു, ഞാൻ ഉദ്ദേശിച്ചതുപോലെ പറഞ്ഞു. ഞാൻ പറയാണ് കേട്ടോ, 2 സംഭവം ഞാൻ പറയും. എന്തിനാണ് ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ഞാനത് പറഞ്ഞത് എന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഒന്ന് നിങ്ങളുടെ ആരെങ്കിലും ഒരാൾ ഒന്ന് പറഞ്ഞു തരാം. എനിക്ക് വലിയൊരു ഭാഗ്യം കിട്ടി. എന്താണെന്ന് വിചാരിച്ചാൽ, ഈ വിദേശ രാജ്യങ്ങളിൽ ടൂർ പാക്കേജുകൾ നടത്തുന്ന ഒരു ട്രാവൽസ് ഒരു ഗൈഡായിട്ട് എന്നെ കൊണ്ടുപോയി. അങ്ങനെ എനിക്ക് ഈജിപ്ത്, ജോർദാൻ, അതേപോലെ തന്നെ ഫലസ്തീൻ 3 സ്ഥലങ്ങൾ കാണാൻ അവസരം കിട്ടി. നല്ലൊരു കാഴ്ചയായിരുന്നു. ഒന്നിപ്പോൾ നമുക്ക് മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന പള്ളി ഉണ്ടല്ലോ, പുണ്യ പള്ളികളിൽ 3ാമത്തെ പള്ളിയാണ്. അവിടെ ജുമാക്ക് കൂടാൻ പറ്റി, നിസ്കരിക്കാൻ പറ്റി. അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അതിലുപരി ഞാൻ ഒട്ടനവധി കാഴ്ചകൾ കണ്ടു. അതെന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു അനുഭവം എനിക്ക് സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം അതിൽ ഞാൻ 2 സംഭവങ്ങൾ ഞാൻ ഓർക്കും വളരെ പ്രധാനമായിട്ട്. ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈജിപ്തിൽ വെച്ച് കണ്ടൊരു സംഭവമാണ്. ഈജിപ്തിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു, നിങ്ങളൊക്കെ പല ആളുകളും കണ്ടവരുണ്ടോയെന്നൊന്നും എനിക്കല്ല, പക്ഷെ എങ്കിലും കേട്ടവരെന്തായാലും ഉണ്ടാവും. അപ്പം അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ, ഈജിപ്തിൽ മുഴുവൻ അവിടെ വളരെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒട്ടനവധി കാഴ്ചകളുണ്ട്. അതിലിപ്പോൾ ഒന്നാണ് ലോകാത്ഭുതം, നിങ്ങളിൽപ്പെട്ട പിരമിഡ്, നിങ്ങൾക്കറിയാലോ അല്ലേ? അതൊരു ഭയങ്കര സംഗതി തന്നെയാണ് കാഴ്ചക്ക്. കാരണം നമ്മൾ കാണുമ്പോൾ അതിലെ ഈ പിരമിഡിൽ വെച്ച ഒരു കല്ല്, ഒറ്റ കല്ല്, അത് കൃത്യമായ സമചതുരത്തിലുള്ള കല്ലാണ്. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു കല്ല് വെട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നമാണ്. മാത്രമേ അതിൻ്റെ ട്രാൻസ്പോർട്ടിങ്, അത് അവിടെ കൊണ്ടുവരിക, അതിലുപരി അതിൻ്റെ നിർമ്മാണം, ഇതൊക്കെ ഭയങ്കര അത്ഭുതമായ വിസ്മയകരമായ കാര്യങ്ങളാണ്. ഇതൊക്കെ ഫറോവമാർ ചെയ്ത കുറേ അത്ഭുതവും സാഹസികവുമായ കാര്യങ്ങൾ ഈജിപ്തിലുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നുമല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. നിങ്ങളൊക്കെ കേട്ടതുപോലെ ഈജിപ്തിലെ അവിടെ ലാസ്റ്റിൽ ആരോ സംസാരിച്ച മാതിരി തോന്നുന്നു. ലാസ്റ്റ് പെൺകുട്ടികൾ ലാസ്റ്റ് ഉണ്ടോ? ഓക്കെ. പിന്നെ എന്തായാലും ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ അനുവാദം കൊടുത്താൽ പിന്നെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇത്ര ഇടപെടും, നിങ്ങൾ വിഷമം വിചാരിക്കരുത് കേട്ടോ. ഇപ്പം ഈ കൈറോയിലെ മ്യൂസിയത്തിൽ എന്താണ്, പിന്നെ ഫറോവയുടെ ജഡമുണ്ട്. നിങ്ങൾക്കറിയാലോ ഫിറോവിൻ്റെ അല്ലേ? മൂസാ നബി അലൈഹി സ്വലാമുമായി ഏറ്റുമുട്ടിയ ഫറോവയുടെ ജഡമുണ്ട് അവിടെ. അത് വല്ലാത്തൊരു കാഴ്ചയാണ് ആ കാഴ്ച. കാരണം ഈ ജഡങ്ങൾ ജീർണിച്ച് പോവാതിരിക്കാൻ വേണ്ടിയുള്ള മമ്മിഫിക്കേഷൻ നടത്തിയ പ്രത്യേക മരുന്ന് പുരട്ടി വെച്ച ജഡങ്ങൾക്കിടയിലാണ് ഈ ഫറോവയുടെ ജഡം കിടക്കുന്നത്. ഒറ്റക്കല്ല, കുറേ സാധനങ്ങൾ, പല ജീവികളുടേതും മമ്മിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. പൂച്ചയുടേത്, അതേപോലെ തന്നെ പല വസ്തുക്കളും, പാമ്പ്, അതൊക്കെ അന്നത്തെ പാമ്പിനെ മരുന്ന് പുരട്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അവിടെ. കാണാൻ പറ്റും നമുക്ക് അതിൻ്റെ രൂപം. അതിൽ മനുഷ്യനെയും വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ആ കൂടത്തിൽ ഫറോവയുടെ ജഡം കിടക്കുന്നത് കണ്ടാൽ നമുക്ക് ശരിക്കും എന്ത് ചെയ്യും, മമ്മിഫിക്കേഷൻ നടത്തിയ മരുന്ന് പുരട്ടി വെച്ച സാധനങ്ങളെ പോലെ അല്ല, ശരിക്കൊരു മയ്യത്ത് കിടക്കുന്ന പോലെ നമുക്ക് കാണും. ഞാൻ സൂക്ഷിച്ചു നോക്കി അതിൻ്റെ ഈ വിരലുകളൊക്കെ, ഈ വിരലിൻ്റെ നഖമൊക്കെ ഉണ്ടാവില്ലേ, ഇത് നമ്മൾ സൂക്ഷിച്ചു നോക്കി. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സംഭവം നമുക്ക് തരുന്നൊരു ഭയങ്കര പാഠമുണ്ട്. കുറച്ചു കാലം കടലിൽ കടന്നിട്ടാണ് ഇയാളുടെ ഈ ശരീരം നമുക്ക് പുറത്ത് കിട്ടുന്നത്. പിന്നെ അത് കൊണ്ടുപോയി പലരും ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉപ്പിൻ്റെ അംശമുള്ളതായിട്ട് കണ്ടു. ഈ കടലിൽ നിന്ന് വെള്ളം കുടിച്ചിട്ട് ഉപ്പിൻ്റെ അംശമുള്ളതായിട്ട് കാണപ്പെട്ടു. ഈ ഫിറോന്റെ സംഭവം നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഞാൻ എന്തു ചെയ്താലും എനിക്കൊന്നും വരാനില്ല എന്ന്. അതാണ് ഫിറോനിൻ്റെ ഒരു ജീവചരിത്രം നമ്മളോട് പറയുന്നത്. ഞാൻ എന്തു ചെയ്താലും എനിക്കൊന്നും സംഭവിക്കില്ല. അതാണ് ഫിറോനിൻ്റെ ഒരു കാട്ടിക്കുള്ളി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചരിത്രം വായിച്ചിട്ടില്ല നിങ്ങൾ? അതായത് ബനു ഇസ്രായേലുകാരിൽ ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ കൊല്ലുക. ഇത് പ്രസവിച്ച മാതാവിൻ്റെ മുന്നിൽ വെച്ച് ആ കുട്ടിയെ കൊല്ലുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തൊരു ക്രൂരതയാണിത്. പിന്നെ അതിലേറെ കഷ്ടം എന്താണെന്ന് വിചാരിച്ചാൽ
നമ്മുടെ വീട്ടിലൊന്നും ആണുങ്ങളില്ലെങ്കിൽ എന്തായിരിക്കും ഒരു നാടിൻ്റെ അവസ്ഥ? പുരുഷന്മാരെ മുഴുവൻ കൊല്ലുക, സ്ത്രീകളെ ജീവിക്കാൻ അനുവദിക്കുക. എന്താ മനസ്സ് തോന്നിയത് അതാണ് ചെയ്യുക. അതായിരുന്നു ഫിറൗൻ. ചരിത്രം കേട്ടിട്ടുണ്ടായിരിക്കുന്നു. എന്തും ചെയ്യാം. ധിക്കാരത്തിന്റെ ഏറ്റവും വലിയ അവസാനം എന്താന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ മൂസാ നബി അലൈഹിസ്സലാമുമായിട്ടുള്ള ആ ഒരു ഏറ്റുമുട്ടലിൽ മാജിക്കാരൊക്കെ വിളിച്ചു കൊണ്ടുവരുന്നുണ്ടല്ലോ. കൊണ്ടുവന്നിട്ടുള്ള ആ ഏറ്റുമുട്ടലിൽ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? വിശ്വാസികളായ ആളുകൾ വിജയിക്കുകയും മാത്രമല്ല, അവർ മൂസാ നബി അലൈഹി സ്വലാമിൽ വിശ്വസിച്ചപ്പോൾ ഫിറൗൻ പറഞ്ഞ വാക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും. എന്താണ്? ഉഖത്തി അന്ന ഐദിയക്കും വ അർജുലക്കും മിൻ ഖിലാഫ്. ഈ വലത്തെ കൈ മുറിക്കുക, ഇടത്തെ കാല് മുറിക്കുക. ശിക്ഷയാണേ. ഞാൻ പറഞ്ഞ ചെയ്യുന്നതിൻ്റെ ഒരു അവസ്ഥ, മനസ്സിൽ എന്താണോ തോന്നുന്നത് അതാണ് ചെയ്യുക. ഒരാളെ വലത്തെ കൈ മുറിച്ചാൽ ഇടത്തെ കാല് മുറിക്കുക, ഇടത്തെ കൈ മുറിക്കുകയാണെങ്കിൽ വലത്തെ കൈ മുറിക്കുക. എന്നിട്ട് എന്ത് വെച്ചാൽ ഈത്തപ്പനത്തടിയിൽ ആണിയടിച്ച് കുരിശിലേറ്റുക. എന്നിട്ട് രക്തം വാർന്നു മരിക്കുക. അതൊക്കെ ആരെ ചെയ്യണത്? മനുഷ്യന്മാരെ. എന്തും ചെയ്യാം. അതിന്റെ പരിസമാപ്തിയായിരുന്നു എന്ത് അറിയോ? അവസാനം ഈ ബനു ഇസ്രായേലുകാരായിട്ടുള്ള മൂസാ നബി അലൈഹി സ്വലാമിന്റെ വംശത്തിൽപ്പെട്ട ആൾക്കാരെ ഒരു ദിവസം പ്രഭാതത്തിൽ അവരെ ഈജിപ്തിൽ നിന്നും ആട്ടിയോടിക്കാനാണ് തീരുമാനിച്ചത്. പുറത്താക്കുക നാട്ടിൽ നിന്ന്. രാജാവിന്റെ നേതൃത്വത്തിൽ നാട്ടിലെല്ലാവരും ഒരുപാട് കൂടിയിട്ട് ഇവരെ ആട്ടിക്കൊണ്ടുപോവുകയാണ്. ആട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാണ്? അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ്. അങ്ങനെയാണ് ആ കടലിന്റെ അടുക്കിലെത്തുന്നത്. നിങ്ങൾക്ക് അറിയായിരിക്കും. കടൽ കണ്ടു പിന്നിൽ സൈന്യത്തെയും കണ്ടപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞത്, എൻ്റെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞ് ഇന്നാലെ മുതല കുഞ്ഞി നമുക്ക് രക്ഷയില്ല, കടലോട്ട് നീന്താനും പറ്റൂല, ഈ സൈന്യത്തെ കീഴ്പ്പെടുത്താനും പറ്റൂല, നമ്മളിവിടെ കടന്നു മരിക്കും. പക്ഷെ നമ്മൾ കാണുന്ന ഒരു രംഗമുണ്ട്. ഈ ബനു ഇസ്രായേലുകാർ മൂസാ നബി അലൈഹി സ്വലാമൊക്കെ അപ്പുറത്ത് കിടന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ നോക്കി നിൽക്കുന്ന സമയത്ത് മാറി നിന്ന വെള്ളത്തിനുള്ളിൽ അവരെല്ലാവരും മുങ്ങി മരിക്കണം. എന്ത് ചെയ്താലും ഒന്നും വരല്ല, ഞാൻ ഒരാളെയും അംഗീകരിക്കൂല, ഒരാൾക്കും കീഴൊതുങ്ങൂല, ആര് പറഞ്ഞാലും ഞാൻ കേൾക്കൂല എന്ന് പറഞ്ഞ ധിക്കാരിയായ ഫിറൗനിന്റെ വിനീതമായ ദയനീയമായൊരു രംഗം പടച്ചോ നമുക്ക് കാണിച്ചു തരാണ്. മൂസാൻ അപ്പ വെച്ച് ഫിറൗൻ പറയാണ്, ഈ ബനു ഇസ്രായേലുകാർ വിശ്വസിക്കുന്ന ദൈവം അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു. എവിടുന്നാ പറയണത്? വെള്ളം കുടിക്കുമ്പോൾ. ധിക്കാരങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഒന്നും തോന്നിയില്ല, വെള്ളം കുടിച്ചപ്പോൾ കണ്ണ് നിലയിലായപ്പോൾ തോന്നി. ഇപ്പൊ പടച്ചോന്റെ ഒരു മനോഹരമായ മറുപടി ഉണ്ട്. എന്താ മറുപടി എന്നറിയോ? എന്താ മറുപടി? فَالْيَوْمَ نُنَجِّيكَ بِبَدَنِكَ لِتَكُونَ لِمَنْ خَلْفَكَ آيَةً وَإِنَّ كَثِيرًا مِنَ النَّاسِ عَنْ آيَاتِنَا لَغَافِلُونَ. നിനക്ക് രക്ഷപ്പെടാനല്ലേ ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു? രക്ഷപ്പെടുത്തും തന്നെ. നിന്നന്ന് രക്ഷപ്പെടുത്തും. ആരെ രക്ഷപ്പെടുത്തും? ഫിറൗനെ രക്ഷപ്പെടുത്തും എന്ന് പറഞ്ഞു. എങ്ങനെ രക്ഷപ്പെടുത്തുക? ജീവനില്ലാത്ത ജഡം കേട്ടോ. ജീവൻ ഇപ്പൊ വെള്ളം കുടിച്ച് പോവും. പുറത്തെത്തുന്ന കഴിഞ്ഞാൽ എന്തായിരിക്കും? ശവശരീരം. എന്തിനാ ഈ ശവശരീരം പുറത്തു വെക്കണത്? എന്തിനാ പുറത്തു വെക്കണത്? ലിതകൂന ലിമൻ ഖൽഫക ആയ, ലോകത്ത് വരുന്ന എല്ലാവർക്കും, ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ. എന്തിനാ കാണുന്നത്? ഞാൻ എന്ത് ചെയ്താലും ഇന്ന ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന് ആർക്കെങ്കിലും വിചാരമുണ്ടെങ്കിൽ അവർക്ക് കാണാൻ. ഞാൻ എന്ത് തോന്നിയാസം ചെയ്താലും എനിക്കൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിക്കുന്ന ഉണ്ടാവില്ലേ? വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരിലൊക്കെ ഉണ്ട്. ഞാനിവിടെ വന്നിട്ട് എന്നെ ജിദ്ദയിൽ നിന്നുള്ളൊരു രക്ഷിതാവ് എന്നെ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞത് എന്തായാലും എനിക്കൊരു മോനുണ്ട്, 9ാം ക്ലാസ്സിലാണ് പഠിക്കണത്, നാട്ടിലാണ്. അപ്പം അയാൾ പല പ്രാവശ്യം എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഒരു അരമണിക്കൂർ ഫോൺ സംസാരിക്കാൻ എപ്പോഴാണ് ഗ്യാപ്പ് കിട്ടുക? അപ്പം അയാൾ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് അരമണിക്കൂർ സംസാരിക്കാൻ പറ്റൂല. അവസാനം പിന്നെ ഒരിക്കൽ രാത്രി അയാൾ വിളിച്ചു, കുറേ സമയം സംസാരിച്ചപ്പോൾ പറഞ്ഞു മോനുണ്ട് നാട്ടിൽ കേട്ടോ. എന്താ പോൻ്റെ പ്രത്യേകത അറിയങ്ങൾ? എന്താണോ പറഞ്ഞത് അതിനെതിരെ ചെയ്യൂ. അതാ അവൻ്റെ പ്രത്യേകത. അപ്പം അവസാനം ഇപ്പോൾ അയാൾ തീരുമാനിച്ചത് എക്സിറ്റ് അടിച്ചുകൊടുത്ത് പോകാൻ, മോനെ നോക്കാനേ. അപ്പം അത് ഇവൻ അറിഞ്ഞു. ഏത്? വാപ്പ നിർത്തി പോരുകയാണെന്നുള്ള വിവരം അറിഞ്ഞു.
അതിനോട് അവൻ പ്രതികരിച്ചത് എങ്ങനെയാ നിങ്ങള് പറഞ്ഞപ്പോ എങ്ങനെ പ്രതികരിച്ചേ അറിയോ? വാപ്പണ് വരട്ടെ, എന്നെ നേരാക്കാനല്ലേ വാപ്പ വരുന്നേ അല്ലേ, ഞാൻ കാണിച്ചു കൊടുക്കാം വാപ്പ. പറഞ്ഞു. എത്ര നേരാക്കാൻ ശ്രമിക്കുന്നുവോ അത്ര കേടിരാൻ തീരുമാനിച്ചില്ല. അപ്പൊ എന്താ അവന്റെ വിചാരം? എന്താ എനിക്ക് വരാൻ അല്ലേ, എന്താ എനിക്ക് വരാന്നല്ലേ? ഞാനൊരു മനുഷ്യൻ അങ്ങനെ ആലോചിച്ച് എന്താ കാട്ടുക പറയും. എനിക്കൊന്നും വരാനില്ല എന്ന് ഒരുത്തരാൻ തീരുമാനിച്ചാൽ എന്താ കാണിക്കുക? എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ചെറിയ കുട്ടികളില്ലേ, ബോധമൊന്നും. എന്താ മോനെ, എന്തേ പറഞ്ഞോ? കുട്ടി പറഞ്ഞോ? എൻ്റെ ബാക്കിൽ സംസാരിക്കരുത് കേട്ടോ. തുടക്കത്തിൽ വന്നില്ല, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ക്ലാസ് ഒന്ന് ഔട്ട്. ഞാൻ പറഞ്ഞ 1/2 മണിക്കൂർ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ പാലിച്ചു കൊള്ളണം. അത് ഞാൻ പറഞ്ഞില്ലേ, അതാണ് കേട്ടോ. കുറച്ചൊക്കെ സമയം നമ്മൾ നല്ല നിലക്ക് പറയും, പിന്നെ കുറച്ച് കണിശമായി പറയും കേട്ടോ. ക്ലാസ്സിന് തടസ്സം സൃഷ്ടിക്കുകയാണ്. ഞാൻ നല്ല ഒഴുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സംസാരിച്ചാൽ എൻ്റെ ക്ലാസ് നിൽക്കാൻ പാടുണ്ടോ? ഇവരൊക്കെ ഇത് കേൾക്കാൻ വന്ന ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങൾ ഒരാൾ ക്ലാസ്സിന് തടസ്സം ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ആരെ കാര്യത്തിലും ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ അങ്ങനെ ഒരാൾ വിചാരിച്ച എന്താ നമ്മൾ ചെയ്യുക? ചെറിയൊരു കുട്ടിയെ പറഞ്ഞത്, ചെറിയൊരു കുട്ടി, ആ കുട്ടിക്ക് അറിയില്ല എന്താ സംഭവിക്കുകയെന്ന്, എന്താ വരികയെന്ന് കുട്ടിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു കുട്ടി എന്ത് ചെയ്യും? ഓടി റോട്ടുമൊക്കെ ഇറങ്ങും, വാഹനങ്ങൾ വരുന്ന റോട്ടുമൊക്കെ. അവനറിയും എന്തെങ്കിലും പറ്റുമെന്ന്. ഈ ഒരു മനസ്സൊരു വലിയൊരാൾക്കുണ്ടായ എന്താ കാണിക്കുക? ഞാൻ എന്ത് ചെയ്താലും പ്രശ്നമില്ല, ഞാൻ മോഷ്ടിച്ച പ്രശ്നമില്ല, ഞാൻ നുണ പറഞ്ഞ പ്രശ്നമില്ല, ഞാനൊരു മൊബൈൽ എടുത്ത് ചുമരുമ്പൊക്കെ എറിഞ്ഞാൽ പ്രശ്നമില്ല, ഞാൻ വാപ്പാനും ഇമ്മാനും തെറി വിളിച്ചാൽ പ്രശ്നമില്ല. ഇങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ എന്തായിട്ട് പ്രശ്നമല്ലേ? അങ്ങനെ ചെയ്ത ഒരാളാണ് ആര്? പക്ഷേ ഏതു ധിക്കാരിയും എന്നെങ്കിലും ഒരിക്കൽ ഖേദിക്കും. അതല്ലേ ചരിത്രം നമ്മളോട് പറയണത് അല്ലേ? ഒരു സംഭവം കൂടി പറയട്ടെ, ഒന്ന് കഴിഞ്ഞു കേട്ടോ. ഞാൻ ചോദിക്കും എന്തിനാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തത് ഞാൻ കണ്ടത് ജോർദാനിലാണ്. ജോർദാനിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ, അവിടെ പിന്നെ ഞങ്ങൾ പോയപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും വിശുദ്ധ ഖുർആനിലെ 18ാമത്തെ സൂറത്ത് അൽ കഹ്ഫ് സൂറത്തുൽ കഹ്ഫ് നമ്മൾ വെള്ളിയാഴ്ച ഓതുന്ന സൂറത്ത് അല്ലേ? ഈ അൽ കഹ്ഫ് സൂറത്തിൽ പറഞ്ഞ ആ ഗുഹ അതാണെന്ന് പറയുന്നു കേട്ടോ. കണ്ടാലൊക്കെ നമുക്ക് അങ്ങനെ തോന്നുന്നു അതാണ് കേട്ടോ. ചരിത്രത്തിലൊക്കെ നമുക്ക് അത്രേ പറയാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും അതാണെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോൾ തോന്നി. എല്ലാ ആളുകളും അങ്ങനെയാണ് പറയുന്നത്. അന്വേഷണങ്ങളും ഗവേഷണങ്ങളും ഒരു പരിധിവരെയൊക്കെ അതിനെ സത്യപ്പെടുത്തുന്നു എന്ന് പറയുന്നു കേട്ടോ. നമ്മളങ്ങനെ മനസ്സിലാക്കുക. ഏതായാലും അതാണ് രണ്ടാമത്തെ സംഭവം. രണ്ടാമത്തെ സംഭവത്തിലുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ഗുഹാവാസികൾ എന്നാണ് സഹാബുൽ കഹ്ഫ് എന്ന ഗുഹാവാസികൾ. ചരിത്രം നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറയണില്ല. ഏതായാലും ആ നാട്ടിലെ രാജാവിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അയാളൊരു ബഹുദൈവ വിശ്വാസിയാണ്, അല്ലാത്തവരെ ആരാധിക്കുന്ന ആളാണ്. അപ്പം അയാൾ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു വലിയ ആഘോഷം സംഘടിപ്പിച്ചു. ആ ആഘോഷത്തിൽ പങ്കെടുത്തിട്ട് എല്ലാവരും എന്ത് ചെയ്യണം? ശിർക്ക് ചെയ്യണം കേട്ടോ. ഒരു ശിർക്കിൻ്റെ ആഘോഷമാണ് ബഹുദൈവത്തിൻ്റെ ആഘോഷം. അപ്പം എന്താ വെച്ചാൽ ഈ ശിർക്കിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഒരാൾക്ക് ഒരിക്കലും അത് ചെയ്യാൻ കഴിയൂലല്ലോ. വേറെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും കഴിയോ? അപ്പോൾ നിങ്ങൾ ശരിക്കും തൗഹീദുള്ള ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കൊരു അസുഖം വന്നു. അപ്പോൾ നിങ്ങളെ വാപ്പയമ്മയൊക്കെ നിർബന്ധിക്കുകയാണെന്ത്? കുട്ടി ഇത് നാട്ടിൽ നിന്നൊരു തങ്ങൾ കൊടുത്തയച്ചതാണ്. ഈ നൂല് കുട്ടി ഈ കയ്യിൻ്റെ ഇവിടെ കെട്ടിക്കഴിഞ്ഞാൽ കുട്ടിൻ്റെ ഈ വിഷമങ്ങളൊക്കെ നീങ്ങും. കെട്ടണം മോനെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ നിങ്ങൾ അസുഖം കൊണ്ട് എന്ത് ബുദ്ധിമുട്ടിയത് കെട്ടൂല എന്ന് തന്നെയല്ലേ പറയുള്ളൂ. കാരണം നമ്മൾ നരകത്തിൽ പോകില്ലേ? അവിടെ നമ്മളെല്ലാ അമലും ബാത്തിലായില്ലേ, എല്ലാ പ്രവർത്തനവും നിഷ്ഫലായില്ലേ? ഒരിക്കലും ചെയ്യൂല എത്ര നിർബന്ധിച്ചാലും. അവിടെ മനസ്സുകൊണ്ട് ഇവർക്ക് പറ്റണില്ല ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ. ഇപ്പം ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പറ്റാത്ത തൗഹീദുള്ള ആൾക്കാർ ഇങ്ങനെ മാറി നിന്നു. അങ്ങനെ മാറി നിന്ന് അവർ കുറച്ച് ആൾക്കാരായി കേട്ടോ. അപ്പോൾ അവർ ചിന്തിച്ച് നമ്മൾ എന്താ ചെയ്യുക ഇനി? ഇവിടെ നിന്നാൽ നമ്മളെ കൊണ്ട് രാജാവ് എന്ത് ചെയ്യും? ഇത് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ കൊന്നു കളയും. അങ്ങനെയാണ് അവർ അവിടെ നിന്ന് പോണത്. അങ്ങനെ പോയിട്ടാണ് അവസാനം ഒരു ഗുഹയിൽ അഭയം തേടുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, എന്ത് പ്രശ്നം ഉണ്ടായാലും വേണ്ടിയില്ല, എന്ത് നഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല, ഞാൻ മനസ്സിലാക്കിയ ഒരു ശരിയെ ഞാൻ ചെയ്യൂ. അതാണ് അവരെ വാശി. മനസ്സിലേ? രാജാവ് തലയെടുത്താലും നാട്ടിൽ നിന്ന് പുറത്താക്കിയാലും എന്ത് ചെയ്താലും ഞാൻ മനസ്സിലാക്കിയ ഒരു ശരിക്കെതിരായിക്കൊണ്ട് എന്ത് ചെയ്യൂല. നല്ല ചെറുപ്പക്കാരാട്ടോ, ചെറുപ്പക്കാർ. ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ.
വല്ലാത്ത ആരോഗ്യമൊക്കെയുള്ള നല്ല ചെറുപ്പക്കാരാണ് വരും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ നമ്മുടെ മുന്നിലൊരു കഥയുണ്ട്, ഫിറൗൻ മുങ്ങി മരിച്ച കഥ അല്ലേ? അതേ സമയത്ത് ഈ കഥ നിങ്ങൾ കേട്ടോളൂ. പടച്ചോനോട് ഇവരാണ് പ്രാർത്ഥിച്ചു, ഹയ്യിലനാമിൻ അംബിനെ, പടച്ചോനെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു നല്ല സൗകര്യം ചെയ്തു തരണേ. എന്താ ചെയ്യാന്ന് പോലും അവർക്കറിയില്ല. പടച്ചോൻ അവരാണ് ഏറ്റെടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ 100 കൊല്ലല്ല, 200 കൊല്ലല്ല, 300 കൊല്ലാണ് അവരെ സംരക്ഷിച്ചത്. ആ എങ്ങനെ സംരക്ഷണം നിങ്ങൾ ആലോചിച്ച് നോക്കും. നിങ്ങൾ അതിൽ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഖുർആൻ പറഞ്ഞ ഒരു കാര്യമാണ്. ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്താ വെച്ചാൽ, ഈ ഗുഹന്റെ പൊസിഷൻ ഉണ്ടല്ലോ, ഈ ഗുഹന്റെ പൊസിഷൻ അത് നമ്മൾ അവിടെ ചെന്ന് കാണണം. ആ ഗുഹന്റെ പ്രത്യേകത എന്താന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ഭാഗത്തേക്കാണ് മുഖമെങ്കിൽ ഉദിച്ച് സൂര്യൻ മധ്യത്തിലെത്തുന്നത് വരെ സൂര്യന്റെ വെയിൽ ഈ ഗുഹന്റെ ഉള്ളിലേക്ക് വരും. വെറുതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കല്ലേ, ഉറങ്ങി കിടക്കല്ലേ. അസ്തമിക്കുന്ന ഭാഗത്തേക്കാണെങ്കിൽ അവിടുത്തെ വെയിലും വരും. മനസ്സിലായില്ലേ? പക്ഷെ ഇത് രണ്ടുമില്ല. ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഖുർആൻ തന്നെ പറയേണ്ടത് സൂര്യൻ ഉദിച്ചാലും അസ്തമിച്ചാലും എന്ത് ചെയ്യും, വെയിൽ ഇതിന്റെ ഉള്ളിലേക്ക് വരൂല. അങ്ങനത്തെ ഒരു പൊസിഷനിലാണ് ആ ഗുഹ. അങ്ങനത്തെ ഒരു ഗുഹ നോക്കി അവർ കയറിയതാ അല്ല. ആ ഗുഹ അങ്ങനെ ആയതാണ്. ആരാക്കി കൊടുത്ത്? പടച്ചോൻ. അവരെ ചെവികൾ അടച്ചു, കണ്ണ് തുറന്നാണ് ഉറങ്ങണത്. ആരെങ്കിലൊക്കെ വന്ന് നോക്കിയാൽ പേടിക്കും. ഉറങ്ങാണ്, കണ്ണ് തുറന്നാ ഉറങ്ങണത്. തഹ്സബുഹും ഐക്കാദൻ വഹും റുക്കൂത്ത്. അങ്ങനെ കൂടാൻ വേണം. കണ്ടാ ഉണർന്ന് നടക്കുകയായിരിക്കും, പക്ഷെ ഉറങ്ങാണ്. പടച്ചോനാണ് ഏറ്റെടുത്തു അവരെ. അങ്ങനെ 300 കൊല്ലം ഉറക്കി. ശരിയാണെന്ന് വിചാരിച്ചത് ആരെയും പേടിച്ച് ചെയ്യാതിരിക്കാത്ത ഈ ധീരന്മാരെ ആര് സംരക്ഷിച്ചു? അള്ളാഹു സംരക്ഷിച്ചു. എന്നാൽ എല്ലാ ശക്തിയും പ്രതാപവുമുള്ള ഒന്നും വരാനില്ലെന്ന് വിചാരിക്കുന്ന ഫിർഔനെ പടച്ചവൻ ലോകത്തുള്ളവർക്ക് മുഴുവനും പാഠമായി മ്യൂസിയത്തിൽ സൂക്ഷിച്ചു. ഞാൻ എന്തിനാണ് ഈ സംഭവം പറഞ്ഞത്? ആരെന്ന് പറയും. എന്തിനാണ് ഇപ്പോൾ ഈ രണ്ടും ഞാൻ പറഞ്ഞത്? ഒരാൾക്ക് പറയാം, പരസ്പരം ഒന്നൊരു ഡിസ്കഷനും ഇല്ലെങ്കിൽ എന്നോട് പറയാം, എന്തുത്തരവും പറയാം. ശരിയാവണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഞാൻ കുറച്ച് കണശാക്കണോട് പറയാക്കണ്ടോ, ഞാനത് സാസ് മര്യാദക്ക് പോകാനാണ് കണശാക്കണത്. നിങ്ങൾ ഉത്തരം നിങ്ങൾക്ക് പറയാം, ഇനി പ്രശ്നമില്ല. ആർക്കെങ്കിലും ആരും പറഞ്ഞില്ല. എന്തിനാണ് ഞാൻ ഈ രണ്ട് സംഭവവും പറഞ്ഞത്? അപ്പോൾ ആ സ്കൂളത്തെ കുട്ടികളെങ്ങനെ ഉഷാറിട്ടു. അതിലൊരു ക്രിസ്ത്യാനി പറഞ്ഞു, ഞാൻ ഉഷാറായിട്ട് പറഞ്ഞതിന് ശേഷം പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരെയും മനസ്സിലുണ്ട്. ഞാൻ ഉത്തരം പറയുമ്പോൾ എല്ലാവരും പറയും എനിക്ക് അറിയായിരുന്നു, അത് ഞാൻ പറയാൻ മടിച്ചിട്ടാണെന്ന് പറയും. അവിടെ എന്തൊക്കെ കാര്യമുണ്ടോ? പറയാം. ഏറ്റെടുക്കും. അതെ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർ അള്ളാഹു ഏറ്റെടുക്കുന്നോ പറഞ്ഞു. അതൊരു ആശയത്തിലുണ്ട്. ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റും ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ? ഒന്നും കൂടി വ്യക്തമായിട്ട് പറയാൻ പറ്റും. ഇത് നമ്മുടെ ഇൻട്രൊഡക്ഷനാണ്. വിഷയം നമ്മൾ പറയാൻ പോകണുള്ളൂ. ആരും പറഞ്ഞില്ല? ഓക്കെ. കാത്തുരക്ഷിക്കും. പറയാം. ഇപ്പോ അതിനോട് അടുത്ത് വന്നു, ഏറ്റവും അടുത്താ നിൽക്കണത്. ശരി തന്നെയാണ്. ഇത് ഏറ്റവും നമ്മളെ ഉദ്ദേശിച്ച ആശയം. എന്നാലും ഒന്നും കൂടി ക്ലിയർ ആക്കി പറയാൻ പറ്റൊരു വാചകം. അത് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ പറയും, എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഗേൾസ് പറയാമെന്ന് പ്രശ്നമില്ല. കുട്ടികളെ ഒരു മറുപടി പറയാം. നിങ്ങളെ ശബ്ദം വേറെ കേട്ട് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ ഇല്ല, ഇതിൽ വലിയ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഹലോ, ഒന്നുമില്ല അല്ലേ? ശരിയാണ്, നിങ്ങളെ മനസ്സിലെല്ലാവരും മനസ്സിലുള്ള അത് തന്നെയാണ്, അതാണ് സംഗതി. പക്ഷെ അതാരെങ്കിലും ഒരാൾ പറയണ്ടേ? ഞാൻ പറയാം കേട്ടോ. ഞാൻ പറയുമ്പോൾ ഉറപ്പാണ്. രണ്ടാർക്കും ചാൻസ് ഉണ്ടോ ലാസ്റ്റ്? കാരണം ആ ചാൻസ് പോവാണല്ലോ ഒരാൾക്ക് അത് പറയാനുള്ളത്. ഞാൻ പറയുന്നതോട് കൂടെ പിന്നെ അവസരമല്ലല്ലോ ആർക്കെങ്കിലും. ഇല്ല അല്ലേ? ഞാൻ പറഞ്ഞോട്ടെ? ഞാൻ പറയാം. ഓക്കെ. ഞാൻ പറയാം. പിന്നെ അതായത് ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഈ രണ്ട് വിഭാഗം ആൾക്കാരും നിങ്ങളെ കൂട്ടത്തിലുണ്ട്. അതായത് ഞാൻ എന്ത് ചെയ്താലും എനിക്കൊന്നും വരാനില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ കൂട്ടത്തിലില്ലെങ്കിൽ കുട്ടികളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. എന്തു പറഞ്ഞാലും എനിക്ക് എന്ത് ചെയ്താൽ എനിക്കൊന്നും വരാനില്ല. ഞാൻ നിസ്കരിക്കാൻ എന്താ വരാൻ എനിക്ക്? ഞാൻ നുണ പറഞ്ഞാൽ എന്താ വരാൻ? ഞാനിപ്പോൾ ഒരു മൊബൈൽ ഫോൺ എടുത്ത് ചുമരുമകണ്ട ചെയ്ത് എന്താ വരാൻ എനിക്ക്?
ഞങ്ങൾക്ക് തോന്നിയ മാതിരി സ്കൂളിലോ കോളേജിലോ ആർക്ക് ഫോൺ വിളിച്ചാൽ എന്താ, ആർക്ക് തിരിച്ചു വിളിച്ചാൽ എന്താ, എന്താ പിന്നെ സംഭവിക്കാൻ എന്ന് ചിന്തിക്കുന്നവരില്ലേ കുട്ടികൾക്കിടയിൽ? ഇല്ലേ? ചിന്തിക്കുന്നവരില്ലേ? ഈ ക്ലാസ്സിൽ ഇല്ലെങ്കിലും കുട്ടികളെ അങ്ങനത്തെ കുട്ടികളില്ലേ? ഇല്ലേ? രണ്ടാമത്തത്, ചില കാര്യങ്ങൾ വളരെ കാഴ്ചപ്പാടോടുകൂടെ മനസ്സിലാക്കും, ശരിയാണത്, പിന്നെ ആരും നിർബന്ധിച്ചാലും ചെയ്യൂല. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കേട്ടോ, പെട്ടെന്ന് മനസ്സിലാവും. എൻ്റെ അയൽപക്കത്തുള്ള ഒരു കുട്ടി, ചെറിയ കുട്ടിയാണ്, ഒരു 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി. ആ കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ, അവളുടെ ഉമ്മ ഭയങ്കര ഫാഷനാണ്, നല്ല പിന്നെ ഒരു ഇസ്ലാമിക മര്യാദയും സ്വീകരിക്കാത്ത വസ്ത്രങ്ങളൊക്കെ ധരിച്ചിട്ടാണ് എന്ത് ചെയ്യുക, പുറത്തേക്ക് പോവുക കേട്ടോ. അപ്പോൾ ഒരു ദിവസം അവർക്കൊരു കല്യാണമുണ്ട്, കല്യാണത്തിന് പോകാൻ ഒരുങ്ങുകയാണ്. കല്യാണത്തിന് പോകാൻ ഒരുങ്ങണ സമയത്ത് ഇവൾ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, അവൾക്കൊരു നല്ല ഒരു ചെറിയ ആരോ ഒരു പിന്നെ കുട്ടികൾക്കൊരു സന്തോഷത്തിനും ഭംഗിക്കും വേണ്ടി കൊണ്ടു കൊടുത്തൊരു പർദ്ദയുണ്ട്. അപ്പോൾ അവൾ മനസ്സിലാക്കിയ അനുസരിച്ച് എന്ത് ചെയ്തു വെച്ചാൽ, അത് ക്ലാസ്സിൽ നിന്ന് ഉസ്താദ് പറഞ്ഞാൽ ഇവിടെ ചില ആളുകളുണ്ട്, അവർ കല്യാണത്തിന് പോകുമ്പോൾ സാരി എടുക്കും, അല്ലെങ്കിൽ നല്ല ഡ്രസ്സ് ഇടും, പള്ളിയിൽ പോകുമ്പോൾ പർദ്ദ ഇടും എന്നൊക്കെ ഇങ്ങനെ സ്കൂൾ മദ്രസിൽ നിന്ന് ഉസ്താദ്മാർ പറയില്ലേ. ആ കേട്ട അടിസ്ഥാനത്തിൽ അവൾ എന്ത് ചെയ്തു, ഇനി കല്യാണത്തിന് പോകുമ്പോഴും പർദ്ദ ഇടാന്ന്. ചെറിയ കുട്ടിയല്ലേ, കുട്ടി അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ അവൾ എന്ത് ചെയ്തു വെച്ചാൽ, കല്യാണത്തിന് പോകാൻ എല്ലാവരും ഒരുങ്ങിയപ്പോൾ ഇവള് പർദ്ദട്ട് മഫ്തൊക്കെ ഇട്ട് റെഡിയായി നിന്ന്. അപ്പോൾ ഒരുങ്ങിയോടെ വെച്ചു, ഒരുങ്ങിയായിരുന്നു. ഉമ്മ വന്ന് നോക്കുമ്പോൾ കുട്ടി എന്താണ്, പർദ്ദ മഫ്തൊക്കെ ഇട്ട് നിൽക്കണം. ഉമ്മയാണെങ്കിലോ എല്ലാം ഡിസൈൻ ചെയ്ത് എല്ലാം റെഡി ആയിട്ട് ഒരുങ്ങി ഓർഡറൊക്കെ ഇട്ട് റെഡി ആയിട്ടാണ് ഉമ്മ ഇറങ്ങാൻ നിൽക്കുന്നത്. ഉമ്മറിന് ഈ രൂപത്തിൽ എൻ്റെ മുമ്പ് വരാൻ പറ്റില്ല, ഈ കോലത്തിൻ്റെ മുമ്പ്. കുട്ടിയോട് ഉമ്മ പറയണേ ഈ രൂപത്തിൽ എൻ്റെ മുമ്പ് വരാൻ പറ്റില്ല. അപ്പോൾ കുട്ടി ചെന്തമ്മ പോന്നാല് എന്തപ്പത്ത് പ്രശ്നം? നിങ്ങൾ ഉസ്താദ് പറഞ്ഞാണ്, കുറച്ച് ആൾക്കാരുണ്ട് കല്യാണത്തിന് മുമ്പ് വേറെ ഡ്രസ്സ്, പള്ളിക്ക് മുമ്പ് വേറെ ഡ്രസ്സ്. ചെറിയ കുട്ടിയാണ് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ തീരുമാനിച്ചു. അവള് വിചാരിച്ച ശരി അവൾ എന്ത് ചെയ്തു, അംഗീകരിച്ചു. അവള് വിചാരിച്ച ശരി അവൾ എന്ത് ചെയ്തു, അംഗീകരിച്ചു. അവസാനം അമ്മ പറഞ്ഞു, ഒന്നില്ലെങ്കിൽ ഇത് മാറ്റുക, അല്ലെങ്കിൽ കല്യാണത്തിന് പോരാതിരിക്കുക. അവൾ കല്യാണത്തിന് പോയില്ല, അയൽപക്കത്ത് നിന്നു. അപ്പൊ അങ്ങനത്തെ കുട്ടികളുണ്ട്. ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് പാരൻസ് നിർബന്ധിച്ചാലും ചെയ്യൂല. ഉമ്മ പറഞ്ഞാൽ അവൾക്ക് ചെയ്തൂടെ, പക്ഷെ ചെയ്തില്ല. ഈ 2 വിഭാഗം ആളുകളും നമ്മളിലുണ്ട് കേട്ടോ. നമുക്ക് ഈ ക്ലാസ് കഴിയുമ്പോഴേക്കും വേണ്ടത് ഈ 2ാമത്തെ വിഭാഗം ആകണം എല്ലാവരും. എന്താണ്? ഒരു കാര്യം മനസ്സിലാക്കിയാൽ അത് അങ്ങനെ ചെയ്യൂ. തീരുമാനിച്ചോ? പരിശ്രമിക്കാം അല്ലേ? പരിശ്രമിച്ചൂടെ? പരിശ്രമിച്ചൂടെ? ഓക്കെ, ഞാൻ പറയാം. എനിക്ക് അധികമൊന്നും പറയാല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലായാൽ ചെയ്യാം എന്നുറപ്പുള്ള ആളുകളോടാണ് ഞാൻ ഇനി സംസാരിക്കുന്നത് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. ഒന്ന് പിന്നെ നമ്മളെ ഈ മാതാപിതാക്കളൊക്കെ മനുഷ്യന്മാരാണ് കേട്ടോ. പല തകരാറുകളുണ്ടാവും. പക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കണം എന്താന്ന് വിചാരിച്ചാൽ, ഏറ്റവും നല്ല ശരിയോടുകൂടെ നല്ല രൂപത്തിലായിരിക്കണം അവർ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. ദേഷ്യപ്പെടാതെ എല്ലാ മക്കളോടും ഒരേപോലെ പെരുമാറി, നമ്മളെ ഭീഷണിപ്പെടുത്താതെ, ചെറിയ കാര്യത്തിലൊക്കെ നമ്മളോട് വാശി പിടിക്കാതെ, നമ്മളെ അടിക്കാതെ കേട്ടോ, നമ്മൾ ചോദിക്കുന്ന നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് തന്ന്, നമ്മളെ വിഷമങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി ഒരു നല്ല രൂപത്തിൽ ഏറ്റവും നല്ലവരായിരിക്കണം നമ്മളെ മാതാപിതാക്കൾ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു കേട്ടോ. അങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആകാൻ പറ്റൂല. അങ്ങനെ ആകാൻ പറ്റുമോ? അങ്ങനെ ആകാൻ പറ്റുമെങ്കിൽ ഇവിടെ നല്ല ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം എല്ലാവരും വാപ്പാരന്മാരല്ലേ ഇവിടെ ഉള്ളവരൊക്കെ. ഇവിടെ നല്ല ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ തകരാറുകളും വാപ്പക്കും ഉമ്മക്കും ഉണ്ട്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ വാപ്പന്റെയും ഉമ്മന്റെയും തകരാറനുസരിച്ച് നമ്മളൊന്നും നന്നാകേണ്ടതില്ല. ശരിക്കും നോക്കുകയാണെങ്കിൽ ഇവരിങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഏതാവണം? എന്താണ് വേണമെങ്കിൽ ന്യായം. പക്ഷെ ഇതിലൊരു വിഷയം എന്താ പറയുക, വാപ്പിമ്മി എങ്ങനെ ആയാലും നമ്മൾ ആരായിരിക്കണം? നമുക്ക് അവരോട് ഒരു തെറ്റായ കാര്യവും
ഒരു ദ്രോഹവും ചെയ്യാൻ നമുക്കെന്തില്ല അവകാശമില്ല, ഒരു കാരണവശാൽ. അപ്പൊ ഞാൻ പറഞ്ഞ നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കളോട് എന്തെങ്കിലും ചെറിയ അനുസരണക്കേട് കാണിക്കുന്നുണ്ടാവും. അതിന് നമുക്കുള്ള ന്യായം എന്താ വെച്ചാൽ അത് വാപ്പനോട് ഇങ്ങനെ കാണിച്ചിട്ടാണ്, ഉമ്മനോട് ഇങ്ങനെ കാണിച്ചിട്ടാണ്. നമ്മൾ മനസ്സിൽ തോന്നലുണ്ടാവും, എൻ്റെ വാപ്പൻ്റെ ആ സ്വഭാവം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കാര്യം മനസ്സിലാക്കാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എന്നോടൊരു സ്നേഹം കാണിക്കാഞ്ഞിട്ടാണ്, എന്നോട് നീതി കാണിക്കാഞ്ഞിട്ടാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയും. ഇതിനൊരു ന്യായമല്ല. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇതിനൊരു ന്യായമല്ല. അതെന്തുകൊണ്ട് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ട് ന്യായമില്ല എന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഇന്ന് കുട്ടികളോട് രാവിലെ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ആ സംഭവം പറഞ്ഞു. ഇത് പറയാനുള്ള എന്താ വെച്ചാൽ, എനിക്ക് ഇതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം എപ്പോഴാന്ന് വെച്ചാൽ, പിന്നെ എൻ്റെ അയൽപക്കത്ത് തന്നെയുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടൊരു സ്ത്രീ, അപ്പോഴൊരിക്കൽ അവരെൻ്റെ ഭാര്യയോട് അവരുടെ ഒരു മകനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണെന്ത്, എനിക്കെൻ്റെ മോൻ എന്തെങ്കിലും എന്നോടൊരു എതിരായി എന്നോട് പറയേ അല്ലെങ്കിൽ അവരൊരു ചെറിയ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്താൽ അപ്പം എനിക്ക് കരച്ചിൽ വരും. അപ്പം അതെന്താ അങ്ങനെ വരാൻ കാരണം? അതിന് ആ ഉമ്മ പറഞ്ഞൊരു വിശദീകരണമുണ്ട്. ആ ഉമ്മ പറഞ്ഞ വിശദീകരണം എന്താ വെച്ചാൽ, ഇവരുടെ ഈ ഹൃദയത്തിൻ്റെ വാൽവിനൊരു തകരാറുണ്ട്, ഹാർട്ടിന് വാൽവിനൊരു തകരാറുണ്ട്. ഇപ്പോൾ ഒരു മേജർ സർജറി കഴിഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് ഈ മോനെ അവർ ഗർഭം ധരിച്ച സമയത്ത്, പ്രഗ്നൻ്റ് ആയ സമയത്ത് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ പറഞ്ഞു, എന്ത് പറഞ്ഞു അറിയും, നിങ്ങൾക്കൊരിക്കലും ഇനി പ്രസവിക്കാൻ പറ്റൂല. കാരണം ഈ കുട്ടി വളർന്ന് നിങ്ങൾ ഈ കുട്ടിയെ പ്രസവിക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ മരിക്കും, അല്ലെങ്കിൽ കുട്ടി മരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഈ കുട്ടിയെ അബോർഷൻ ചെയ്യണം, ഒഴിവാക്കണം എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ തീരുമാനിച്ച് പറഞ്ഞാൽ മതി, നിങ്ങളൊന്ന് തീരുമാനിച്ച് പറഞ്ഞാൽ മതി. അങ്ങനെ എന്ത് ചെയ്തു, അവർ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് അവർ പറഞ്ഞു, ഞാൻ കുറേ കാലം ജീവിച്ചില്ലേ, ഞാൻ കുറേ കാലം ജീവിച്ചല്ലോ, ഇനി ആര് ജീവിക്കട്ടെ, എൻ്റെ വയറ്റിലുള്ള കുട്ടി ജീവിക്കട്ടെ. അതുകൊണ്ട് അവൻ ജനിക്കുന്നതോടുകൂടെ ഞാൻ മരിക്കുകയാണെങ്കിൽ ഇനി അവൻ ജീവിക്കട്ടെ എന്ന് പറഞ്ഞു. ഒരു ഉമ്മക്കൊരു കുട്ടിനോടുള്ള സ്നേഹങ്ങളെന്ന് നോക്കണേ അല്ലേ, മരിക്കാനാണ് റെഡി ആവുന്നത്. തൻ്റെ മകന് വേണ്ടി എന്ത് ചെയ്യാണ്, മരിക്കാൻ റെഡി. അപ്പം ആ സ്ത്രീൻ്റെ മനസ്സോക്ക് നിങ്ങൾ, ഈ ഗർഭം പൂർത്തിയാകുന്ന ഒരു 9 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യും, അവർ മരിക്കുന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അള്ളാഹു ആണല്ലോ വലിയവൻ, ഒന്നും സംഭവിച്ചില്ല കേട്ടോ. ആ കുട്ടി ഇന്ന് ബിടെക് കഴിഞ്ഞ് ഇന്ന് ഗൾഫിൽ ജോലി ചെയ്യുന്നു, ഉമ്മയും അതുപോലെ വീട്ടിലുണ്ട്. പക്ഷെ ഉമ്മക്ക് കരച്ചിൽ വരാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ മരിച്ചാലും ഇവൻ ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടല്ലേ ഞാൻ അവനെ പ്രസവിച്ചത്, എന്നിട്ട് അവൻ എന്നോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമാണെന്ന്. മനസ്സിലായില്ലേ? പ്രസവിക്കുന്ന സമയത്ത് മരണവേദന പോലൊരു വേദന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിങ്ങളുടെ ഉമ്മ സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഉമ്മനോടൊരു എതിര് പറയുന്നതോടുകൂടി ആ വേദന ഓർമ്മ വരും. നമുക്ക് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫീ അമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക് വഇലയ്യൽ മസീർ. ഉമ്മ ഗർഭം ചുമന്നു, പ്രയാസത്തിന് മേൽ പ്രയാസം എന്നാണ്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, കയ്യിലൊരു ബാഗ് ഉണ്ടെങ്കിൽ അതെവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ നമുക്കൊരു സമാധാനമല്ലേ. കുറച്ചു നേരം ഇങ്ങനെ കൈ പിടിച്ച് നടക്കുന്ന സമയത്ത് ഒരു ബാഗ് ഒരു സ്ഥലത്ത് വെച്ചാൽ സമാധാനമല്ലേ. ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ ഗർഭം ആരംഭിച്ചു കഴിഞ്ഞാൽ പ്രസവിക്കുന്നത് വരെ ഉറങ്ങണ സമയത്തും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഈ വയറ്റിലുള്ള കുഞ്ഞിനെ ചുമന്നുകൊണ്ടേയിരിക്കണം. വേണ്ടേ? വയറിങ്ങനെ വലുതായി വരുമ്പോൾ ശ്വാസ തടസ്സങ്ങൾ ഉണ്ടാകും. ആ ഭാരം കൊണ്ട് കാലിൽ നീര് വരും. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളമ്മ സഹിച്ചിട്ടില്ലേ അല്ലേ? പക്ഷെ ഉമ്മനോട് എതിര് പറയുമ്പോൾ, ഉമ്മനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മളെ ആരെങ്കിലും മനസ്സിൽ ഇത് വരലുണ്ടോ? വരുമോ? ഈ ഓർമ്മ വരുമോ? വരുമെങ്കിൽ നമ്മൾ പറയില്ല. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഉമ്മനോടോ വാപ്പനോടോ എന്തെങ്കിലും ഒരു അതൃപ്തി അവർക്ക് നമ്മളോട് തോന്നിയാൽ പിന്നെ പടച്ചോൻ നമ്മളെ കടാക്ഷിക്കില്ല, നമുക്ക് അനുഗ്രഹം തരൂല. റിള റബ്ബി ഫി റിളൽ വാലിദൈൻ വസുഖ്തുഹു ഫി സുഖ്തിഹിമ. അള്ളാഹുവിൻ്റെ തൃപ്തി മാതാക്കളുടെ തൃപ്തിയിലാണ്,
അവരുടെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് അള്ളാഹുവിൻ്റെ കോപം. പക്ഷെ ഇത് മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്. ഉദാഹരണം പറയാം, ഇത് ഉൾക്കൊള്ളുന്ന കുട്ടികളുണ്ട്, അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാവരും ഒരേമാതിരി പറയാൻ പറ്റില്ല. ഇതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ, അവൻ ഒരു കോളേജിൽ നിന്ന് ബിടെക് എഞ്ചിനീയറിങ് കഴിഞ്ഞു കേട്ടോ. ഞാനിതിൻ്റെ ഒരു വാപ്പാനെയും ഉമ്മാനെയും അനുസരിക്കുന്നതിനുള്ള ഒരു ഉദാഹരണം പറയാണ്. അവന് ബിടെക്കിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞു. എഞ്ചിനീയറിങ് കഴിഞ്ഞപ്പോൾ സാധാരണ ചില കുട്ടികൾക്കൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, ഇവൻ്റെ കോളേജിൽ ഇവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിനെ എന്ത് ചെയ്തു, ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഉണ്ടാവില്ല, സ്കൂളിലൊക്കെ ഉണ്ടാവും. പ്ലസ് ടു പഠിക്കുമ്പോൾ ക്ലാസ്സിലെ കുട്ടികളോട് എന്ത് ചെയ്യുക, ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, പിന്നെ അതിങ്ങനെ ഇങ്ങനെ വളർന്ന് വന്ന് എന്ത് ചെയ്യും, അവസാനം അവർ നമുക്ക് രണ്ടാക്കും തന്നെ കല്യാണം കഴിക്കാമെന്നൊക്കെ തീരുമാനിക്കുന്ന അവസ്ഥയ്ക്ക് എന്ത് ചെയ്യും, കാര്യങ്ങൾ എത്തും. അങ്ങനെ എത്തിയെന്നാ പറയണത് കേട്ടോ. അങ്ങനെ എത്തിയാലൊരു പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ, ഇത് തുടക്കത്തിലൊക്കെ ചെറിയ തമാശയാണെങ്കിലും എന്ത് ചെയ്യും, അവസാനത്തിൽ പിന്നെ ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും അവർക്ക് പിന്നെ വേറിടാൻ കഴിയൂല. അപ്പോൾ ഒന്നില്ലെങ്കിൽ തീരുമാനിക്കും, ഞങ്ങളാണ് മരിച്ചാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് രണ്ടാക്കും വേറെ ആകാൻ കഴിയൂല എന്ന് തീരുമാനിക്കും. അങ്ങനത്തെ കേസ് ഇഷ്ടംപോലെ ഉണ്ട് കോളേജുകളിലൊക്കെ കേട്ടോ. സ്കൂളുകളും കോളേജുകളിലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഈ പയ്യനെ എന്ത് ചോദിച്ചാൽ, കോളേജൊക്കെ കഴിഞ്ഞ് ബിടെക് റിസൾട്ട് വന്നപ്പോൾ അവൻ്റെ വാപ്പനോട് വന്ന് പറഞ്ഞു, വാപ്പ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഒരു കുട്ടീനായിട്ടൊരു പരിചയമുണ്ട്, അപ്പം ഞാൻ അവളെ വിവാഹം കഴിക്കണം വിചാരിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, എന്നെ അനുവദിക്കണം. അവൾ നല്ല ദീനുള്ള കുട്ടിയാണ്, നല്ല മഫ്തറുള്ള കുട്ടിയാണ്, എല്ലാം ഉള്ള കുട്ടിയാണ് എന്ന് അപ്പോൾ വാപ്പ അവനോട് പറഞ്ഞു, എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിനക്കൊരു വിവാഹം നടത്തേണ്ടത് ഞാനാണ്. നിന്നെ കോളേജിൽ കൊണ്ടുപോയി ചേർത്ത് ഞാനല്ലേ. ഇപ്പൊ നിനക്കൊരു വിവാഹം അന്വേഷിക്കാൻ തുടങ്ങേണ്ടത് ഞാനാണ്, നീയല്ല. അപ്പോൾ ഞാൻ തുടങ്ങണം. ഇതിപ്പോൾ നീ തുടങ്ങി കഴിഞ്ഞില്ലേ, അത് എനിക്ക് ചെയ്യണം, എനിക്കും എൻ്റെ ഉമ്മാക്കും ചെയ്യണം. ഇനിയിപ്പോൾ നീ വല്ലാതെ നിർബന്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നടന്നു എന്ന് വരാം, അല്ലെങ്കിൽ ഇന്നെ ധിക്കരിച്ചു നിനക്ക് നടത്താൻ പറ്റിയെന്ന് വരാം, നീ ഒരാണല്ലേ. പക്ഷെ ഒരു കാലത്തും ഞങ്ങളെ ഇഷ്ടം നിനക്കുണ്ടാവില്ല. അങ്ങനെയൊക്കെ അയാൾ പറഞ്ഞു നോക്കി. അവസാനം അയാൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മോനോടൊന്ന് സംസാരിച്ച് നോക്കി. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കൊടുന്ന് അവന് ഇതിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു കൊടുത്തു ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവനോട് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ കുട്ടിക്ക് നല്ല ദീനുള്ള കുട്ടിയാണ്, അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, ദീനുള്ള കുട്ടിയാണെങ്കിൽ 18, 19, 20 വയസ്സായ ഒരു പെൺകുട്ടി നിൻ്റെ കൂടെ പാർക്കിക്ക് പോരുക, നിൻ്റെ കൂടെ ബസ് സ്റ്റോപ്പിക്ക് വരിക, നിൻ്റെ കൂടെ ഒറ്റയ്ക്കിരുന്ന് വർത്താനം പറയാം, അങ്ങനെ ദീനുള്ള കുട്ടികൾ ചെയ്യൂ. ദീനുള്ളൊരു പെൺകുട്ടി എങ്ങനെയാ അങ്ങനെ ചെയ്യുക? ഞാനിവരോട് ചോദിച്ചതാണ്. ഒരു വാപ്പാനെ കാണാതെ നിനക്ക് ഫോൺ ചെയ്യുക, വാപ്പാനെ കാണാതെ നിനക്ക് മെസ്സേജ് അയക്കുക, അങ്ങനെയൊക്കെ ഇപ്പോൾ ഒരു ദീനുള്ള കുട്ടികൾ ചെയ്യൂ. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അങ്ങാടി കിടക്കുന്ന പൂവാലന്മാരും അതേപോലെ തന്നെ തനി തമ്മാടികളും തോന്നിയാസികളായ ആളുകൾ ചെയ്യുന്ന കാര്യമാണ്. എങ്ങനെ മഫ്തൊക്കെ ഇട്ടൊരു ദീനുള്ള കുട്ടി എങ്ങനെ ചെയ്യുക? ഇപ്പം ഞാൻ പറഞ്ഞു, നീ പറഞ്ഞത് തെറ്റാണ്. പിന്നെ അവരെന്നോട് ചോദിച്ചു രണ്ടാമത്തെ ഒരു ചോദ്യം, അല്ല ഈ നമുക്ക് പരിചയം ഉണ്ടെങ്കിൽ നല്ലതല്ലേ? ഇപ്പൊ കല്യാണത്തിന് മുന്നേ ഒരു പരിചയമില്ലാതെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ പരിചയപ്പെടുമ്പോൾ ചിലപ്പോൾ നമുക്കൊന്നും പറ്റാത്ത കുട്ടിയാണെങ്കിൽ പ്രശ്നമല്ലേ? അതാ പിന്നെ അവനോട് ചോദിച്ചു. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞത് എന്താന്ന് വിചാരിച്ചാൽ, കല്യാണത്തിന് മുമ്പ് ഇപ്പൊ ഇങ്ങനെ ഒന്നിച്ച് നടന്നാൽ എന്ത് പരിചയം ഉണ്ടാവുക? എന്ത് പരിചയം? ജീവിതത്തിൽ ജീവിക്കുമ്പോഴുള്ള കാര്യവും ഈ പരിചയവും ഈ ഫ്രണ്ട്ഷിപ്പും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാനോട് പറഞ്ഞു, പരിചയം ഉണ്ടെങ്കിൽ അപകടം ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ, കല്യാണം കഴിയണ വരെ നല്ല വർത്തമാനങ്ങളും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരായാൽ കുറച്ചൊക്കെ അങ്ങോട്ടും കൂടി എന്തെങ്കിലും പറയേണ്ടി വരൂലേ? അല്ലേ, എനിക്ക് ഇന്നൊന്ന് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞാൽ ഇന്ന് പോകണ്ട, നാളെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ തെറ്റില്ലേ? ഇന്നലെ വരെ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾ സംഭവിക്കും, ഇന്നിപ്പോൾ എന്താ സംഭവിക്കാത്തു? റിയൽ ആയിട്ടുള്ള ലൈഫിൽ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ ആരംഭിക്കും. മനസ്സിലായില്ലേ? അപ്പോ പിന്നെ അവൻ എന്നോട് പറഞ്ഞു, അല്ല ഇതെന്താ വെച്ചാൽ ഞാനൊരു നല്ല കാര്യം ഉദ്ദേശിച്ചത്. അപ്പൊ എന്താ നല്ല കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ ഈ പ്രായത്തിലൊന്നുള്ള പെൺകുട്ടിക്ക് വേറൊരു വിവാഹം കിട്ടാൻ പ്രയാസിക്കാറ്, അപ്പൊ ഞാൻ ഏറ്റെടുക്കാൻ വിചാരിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, എന്ത് തെറ്റ് ചെയ്യുകയാണെങ്കിലും ശൈത്താൻ അതിനൊക്കെ നല്ലൊരു വിശദീകരണം കൊടുത്തു വെക്കും മനുഷ്യനില്ലേ? അല്ലേ?
അതിങ്ങനെ അവൻ പറയുമ്പോൾ ഓരോ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, എന്ത് തെറ്റ് ചെയ്യുന്ന ആളുകൾക്കും എന്ത് ചെയ്യും, ശൈത്താൻ നല്ലൊരു വിശദീകരണം കൊടുത്തിരിക്കും. ആ വിശദീകരണങ്ങൾ ഇങ്ങനെ പറയണം. അപ്പോൾ അവൻ സമ്മതിച്ചില്ല കേട്ടോ. ഏതായിരുന്നാലും അവൻ പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെയും അവൾക്ക് മെയിലും അതേപോലെ തന്നെ അവളുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ ആയി മുന്നോട്ട് പോയി. അങ്ങനെ പിന്നെ എന്ത് ചെയ്തു വെച്ചാൽ വാപ്പ വിചാരിച്ചു ഇവൻ ഇതിൽ നിന്നൊന്ന് അകറ്റാനൊരു പണി, ഇവനെ ഒന്ന് എന്ത് ചെയ്യുക, ഗൾഫിക്ക് പറഞ്ഞയക്കാൻ വിചാരിച്ചിട്ട് ഒരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് അവനെ UAE പറഞ്ഞയച്ചു. അവിടുന്ന് ഇന്റർനെറ്റ് കിട്ടൂലേ, അവിടുന്ന് മെയിൽ അയക്കാൻ പറ്റൂലേ, അവൻ അവിടുന്ന് അതന്നെ ചെയ്തു. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് വെച്ചാൽ അവസാനം വാപ്പനോട് പറഞ്ഞു, നിങ്ങൾ ഒന്നും കൂടി അവനോട് ദീനിയായ നിലക്കൊന്ന് പറഞ്ഞു കൊടുക്കി, ഇത് നല്ലതല്ല എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എനിക്കൊരു വിസ എടുത്ത് ഇന്നെ UAE കൊണ്ടുപോയി ഇവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പോയി. ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അവിടുന്ന് സംസാരിച്ചു. അവിടുന്ന് ഞങ്ങൾ രണ്ടാളും റൂമിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചു കേട്ടോ. ഇനിയാണ് എൻ്റെ പോയിന്റൊക്കെ വരുന്നത്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ഇനി അധികം സംസാരിക്കുന്നില്ല, കാരണം നിനക്ക് ബോധ്യപ്പെട്ടതേ നിനക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിന്റെ വാപ്പയും ഇമ്മയും നീ ഇത് എന്നോടൊക്കെ പറയണത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ പറയണം, മോനെ ഞങ്ങൾക്ക് രണ്ടാൾക്കും പൂർണ്ണ ഇഷ്ടമാണ് നീ ആ കുട്ടിനെ കല്യാണം കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ നീ കഴിച്ചോ. എന്നാൽ നിനക്ക് പടച്ചോൻ്റെ ഒരു പൊരുത്തം ഉണ്ടാവില്ലേ ജീവിതത്തിൽ, ഉണ്ടാവൂലേ? അല്ലെങ്കിലോ നീ അത് ചെയ്യാൻ പാടില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, എടോ 26 വയസ്സില്ലേ നിനക്ക്, 26 കൊല്ലം നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന നിന്റെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും ഒരഭിപ്രായവും നിനക്ക് ജീവിതത്തിലൊരു ഭാര്യയെ തിരഞ്ഞെടുക്കുമ്പോൾ വേണ്ട എന്നാണ് നീ പറയുന്നതെങ്കിൽ നീ എത്രമാത്രം നന്ദികേടാണ് അവരോട് കാണിക്കുന്നത്. അത് ഞാൻ പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ വെള്ളം വന്നു, നനഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം, പിന്നെ ഞാൻ മറുപടി പറയാം. അങ്ങനെ എന്ത് സംഭവിച്ചു പറയുമ്പോൾ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. ഞാൻ തൃശ്ശൂരിലൊരു പരിപാടിയിൽ നിൽക്കുമ്പോൾ എനിക്ക് നെറ്റിൽ നിന്നൊരു കോള്. ഞാനത് കഴിഞ്ഞിട്ട് രണ്ടാമതാ ഫോൺ വന്നു, ഞാൻ എടുത്തു. അവനോട് പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു. എൻ്റെ വാപ്പനും അവനോട് ഞാൻ ചോദിച്ചു പറഞ്ഞു, അവർക്കൊരിക്കലും പൊരുത്തല്ല. അപ്പം ഞാൻ തീരുമാനിച്ചു, കാരണം അവർക്ക് പൊരുത്തല്ലാത്തൊരു കാര്യം ജീവിതത്തിൽ പ്രവർത്തിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അവനത് ഒഴിവാക്കി. ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വിളിച്ചിട്ട് അവൻ പറഞ്ഞു, എന്ത്, ഒരു കാരണവശാലും എനിക്ക് അവളുമായിട്ടൊരു ബന്ധവുമില്ല, ഈ വിവാഹത്തിന് എൻ്റെ മാതാപിതാക്കൾ എതിരാണ്. മാത്രവുമല്ല, ഇവളുടെ വിവാഹം ഇനി നടക്കുകയാണെങ്കിൽ ഞങ്ങളെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും അതിലേക്ക് ക്ഷണിച്ചാലും ഒരു വിവാഹത്തിന് ക്ഷണിക്കാൻ പോലും അവൾ എനിക്ക് ഫോൺ ചെയ്യാൻ പാടില്ല. ഈ വാർത്ത ആരോടാ പറയണത് നിങ്ങൾ? അവളെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവളുടെ ഉമ്മയോട് അവൻ തീർത്തു പറഞ്ഞു. അവനിപ്പോൾ ഒരു വിവാഹം കഴിച്ചു. ആ പെൺകുട്ടിയെ പിന്നെ UAE കൊണ്ടുപോയി അവർ ഒന്നിച്ച് താമസിക്കുന്നു. ഇസ്ലാമികമായ വിവാഹം. ഞാൻ അങ്ങോട്ട് പറഞ്ഞ്, വാപ്പക്കും ഉമ്മക്കും ഇഷ്ടമല്ലെങ്കിൽ വേണ്ടെന്നു തീരുമാനിക്കാൻ ആർക്ക് പറ്റും? മനസ്സിൽ ശരിയായ വിശ്വാസമുള്ളവർക്ക് എന്ത് ചെയ്യും? പറ്റും. എനിക്ക് ഈ മാതാപിതാക്കൾക്ക് നിങ്ങളെക്കുറിച്ച് ഒരു ഇഷ്ടക്കുറവ്, ഒരു വിഷമം ഒരിക്കലും ഉണ്ടാവരുത് കുട്ടികളെ. മഹാപാപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 എണ്ണം, ഒന്ന് ശിർക്കാണ്, രണ്ടാമത്തത് മാതാപിതാക്കളെ എന്താണ്? ഉപദ്രവിക്കലാണ്. വാപ്പനി ഇമ്മനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂല? ബുദ്ധിമുട്ടിക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ വെറുതെ ഒരു ചോദ്യം ചോദിക്കാൻ കേട്ടോ, ശ്രദ്ധിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി, വെറുതെ പറയരുത്. എൻ്റെ വാപ്പക്കും ഉമ്മക്കും എൻ്റെ ഒരു കാര്യത്തിലും ഒരു വിഷമവുമില്ല എന്ന് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുന്നേൽക്കാം. ഒരു പ്രശ്നമല്ല. ആൺകുട്ടികൾ പെൺകുട്ടികൾ ആർക്കും ഉണ്ട്. എൻ്റെ വാപ്പക്കും ഉമ്മക്കും എൻ്റെ കാര്യത്തിൽ ഒരു വിഷമമല്ല. അവർക്ക് 100% എൻ്റെ കാര്യത്തിൽ അവർക്ക് വിശ്വാസമാണ്. ആർക്കെങ്കിലും പറയണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങളിൽ ആരുമില്ലെന്ന് എനിക്ക് അഭിപ്രായമല്ല. പക്ഷേ ഒരു ഭാഗികമായത് തെറ്റായി പോയാലോ എന്ന് വിചാരിച്ച് പറയാതിരിക്കുന്നവരുണ്ടാവും കേട്ടോ. അങ്ങനെ ഉണ്ടാവും. ഒരു വലിയ ശതമാനം ആളുകളും ഒരു പക്ഷേ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവരായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ.
മനസ്സിലായല്ലോ? ആരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. എഴുന്നേൽക്കാൻ പറ്റിയവരുണ്ട്, പക്ഷെ പൂർണ്ണമായും ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും. മനസ്സിലായില്ലേ? ഇനി ഞാൻ മറ്റൊന്ന് പറയാം. ഞാൻ എൻ്റെ കോളേജിലേക്ക് എനിക്ക് പോകണമെങ്കിൽ ഒരു 1.25 മണിക്കൂർ യാത്ര ചെയ്യണം. അപ്പം ഞാൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്ത് ചോദിച്ചാൽ, ഈ കോഴിക്കോട് ജില്ലയിലുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് എൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ മനസ്സിലായി, എന്നെ പരിചയപ്പെട്ടു. ഹാരിസ് അല്ലേ എന്നോട് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രോഫ്കോണിന് വന്നിരുന്നു എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഞാനൊരു പ്രശ്നം നിങ്ങളോട് പറയട്ടെ, ഒരു പരിഹാരത്തിന് വേണ്ടി പറഞ്ഞോളൂ, ഞങ്ങൾ ഇരിക്കല്ലേ, ബസ്സിലിരിക്കല്ലേ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ 3 കൊല്ലം എൻജിനീയറിങ്ങിന് ചേർന്നിട്ടുള്ള 3 കൊല്ലം നല്ലോണം പഠിച്ചിരുന്നു. എല്ലാ പേപ്പറും എനിക്ക് കിട്ടി. പക്ഷെ ഇപ്പോൾ ഒരു വർഷമായിട്ട് എല്ലാ പേപ്പറും പോയി കിടക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചു, എന്താ ഇപ്പം അങ്ങനെ സംഭവിക്കാൻ? അതായത് ബേസിക് ആയിട്ടുള്ള അറിവില്ലാഞ്ഞിട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇയർ തന്നെ പോകണ്ടേ അല്ലേ? ഒരു എഞ്ചിനീയറിംഗിന്റെ ക്ലാസ് മനസ്സിലാകാഞ്ഞിട്ടോ അവന്റെ ട്രേഡ് അവന് പറ്റാഞ്ഞിട്ടോ ആണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒക്കെ തന്നെ പോണ്ടേ. അപ്പൊ ഞാൻ വെറുതെ അവനോട് തമാശക്ക് ചിരിച്ച് ഞാൻ ചോദിച്ചു, വല്ല അഫെയർ ഉണ്ടോ മോനെ എന്ന് ചോദിച്ചു ഞാൻ. അപ്പം പറഞ്ഞു, 3rd ഇയർ മുതൽ തുടങ്ങിയതാണ്. അപ്പൊ അതാണ് 3rd ഇയർ മുതലാണ് പ്രശ്നം. 3rd ഇയർ മുതലല്ലേ പ്രശ്നമുള്ളത്. അപ്പൊ ശരിക്കും എന്താ വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയത് എത്ര ശരിയാണ് എന്നാണ് മനസ്സിലാക്കി. അതായത് ഖുർആൻ പറയണത് എങ്ങനെയാ വെച്ചാൽ, ഏതെങ്കിലും ഒരാൾക്ക്, ഒരു പുരുഷന് ഒരു സ്ത്രീയോടോ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോടോ, എല്ലാ ക്ലാസ്സിൽ 10ഓ 20ഓ പെൺകുട്ടികളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മറ്റെന്ത് സന്ദർഭത്തിലും, അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്ത നൈബേഴ്സിലൊക്കെ ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പെൺകുട്ടികളും ഒരുപോലെ, എല്ലാ ആൺകുട്ടികളും ഒരുപോലെ. ഏതെങ്കിലും ഒരു ആൺകുട്ടിയെക്കുറിച്ച് അവൻ ഇൻ്റെതാണ്, ഒരു പെൺകുട്ടിയെക്കുറിച്ച് അവൾ ഇൻ്റെതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത മനസ്സിൻ്റെ ഉള്ളിൽ കടന്നാൽ അയാളെ ഖുർആൻ വിളിക്കുന്ന പേര് രോഗി എന്നാണ്, മരീർ. രോഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ തമാശയൊക്കെ പറയല്ല, ഖുർആനത്തെ കാര്യം പറയുന്നത്. രോഗത്തിന്റെ പ്രശ്നം നിങ്ങൾക്ക് അറിയില്ലേ? രോഗം വന്നാൽ എന്താവുന്ന നിങ്ങൾ, നമ്മുടെ ടോട്ടൽ കാര്യങ്ങൾ എന്ത് ചെയ്യും? സ്റ്റക്കാവും. നമുക്ക് രോഗത്തിന്റെ മുമ്പ് ഭക്ഷണം കഴിച്ച പോലെ കഴിക്കാൻ പറ്റൂല, രോഗത്തിന്റെ മുമ്പ് ഉറങ്ങിയ പോലെ ഉറങ്ങാൻ പറ്റൂല, രോഗത്തിന്റെ മുമ്പ് കളിച്ച പോലെ കളിക്കാൻ പറ്റൂല, രോഗത്തിന്റെ മുമ്പുള്ള ഉന്മേഷം നമുക്ക് കിട്ടില്ല, ഒക്കെ അല്ലേ? ടോട്ടലായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രശ്നമാവും. ഇങ്ങനത്തെ വല്ല ചിന്തയും മനസ്സിൽ കടന്നാൽ അവർക്ക് പഠിക്കാൻ പറ്റൂല, പാരൻസിനോടുള്ള റിലേഷൻ നേരെ കൊണ്ടുനടക്കാൻ പറ്റൂല, ഒരു ഭക്തിപൂർവ്വം നിസ്കരിക്കാൻ പറ്റൂല, ഒറ്റ പരിപാടി നടക്കൂല. ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഇതെവിടെ പറഞ്ഞ നിങ്ങൾ? ഇതെവിടെ പറഞ്ഞ്? സ്ത്രീകളോട് ഖുർആൻ പറയാണ്, വലാ തഖ്ദഅന ബിൽ ഖൗൽ, അന്യ ആണുങ്ങളോട് സംസാരിക്കുമ്പോൾ കൊഞ്ചി കുഴഞ്ഞ് സംസാരിക്കരുത്. അങ്ങനെ സംസാരിച്ചാൽ എന്ത് ചെയ്യും? രോഗികളായ ചില പുരുഷന്മാരുണ്ട്, അവരെ മനസ്സിൽ നിങ്ങളോട് താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നീട് എന്ത് ചെയ്യും? അത് കുഴപ്പമുണ്ടാക്കും. അവർ നിങ്ങളെ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്ന് ആര് ഓർമ്മപ്പെടുത്തുന്നുണ്ട്? ഖുർആൻ. അതുകൊണ്ട് കുട്ടികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. മുതിർന്നവർക്കാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. ചെറിയ കുട്ടികൾ ഇതിൻ്റെ ഇടയിൽ വന്നു പെട്ടതാണ്. വലിയ ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നത്. കുട്ടികളുള്ളതുകൊണ്ട് വലിയ ആളുകളോട് പറയേണ്ടത് പറയാതിരിക്കാൻ ഇവിടെ പറ്റൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ വിവാഹിതരല്ലാത്ത നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഒരാൺകുട്ടിയെക്കുറിച്ചോ ഒരു പെൺകുട്ടിയെക്കുറിച്ചോ ഒരു പ്രത്യേകമായ ഒരു ബന്ധം മനസ്സിൽ ആരെങ്കിലും കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവർ 24 മണിക്കൂറും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആയത്തുവാണോ? ഞാൻ ഓതിത്തരവാണെങ്കിൽ, വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക ഫഉലൈക ഹുമുൽ ആദൂൻ. വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവർ അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ, സ്വകാര്യ ജീവിതത്തെ സൂക്ഷിക്കും.
ഇല്ല അല അസ്വാജിഹിം ഔ മാ മലക്കത് ഐമാനുഹും, സ്വന്തം ഭാര്യമാർ, ഭർത്താക്കന്മാർ, ഇണകൾ, അവരെ മാത്രമേ അവർ മനസ്സിൽ വിചാരിക്കൂ. വമനിബ്തഗാ വറാഅ ദാലിക്, അനുവദനീയമായ വിവാഹത്തിലൂടെ വന്ന ഒരു പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ, ഒരു ഭാര്യയെ അല്ലാതെ ആരെങ്കിലും മനസ്സിൽ ആഗ്രഹിച്ചാൽ ഉലൈക ഹുമുൽ ആദൂൻ, അവർ തെറ്റു ചെയ്തുകൊണ്ടിരിക്കുന്നവരാകുന്നു. മനസ്സിലായോ? 24 മണിക്കൂർ തെറ്റ്, 24 മണിക്കൂറും തെറ്റ്. അത് റിക്കാർഡിലുണ്ടാവും. കേട്ടോ കേട്ടോ, ഒരു കാര്യം മനസ്സിലായാൽ പിന്നെ അത് മുന്നോട്ടുണ്ടാകാൻ പറ്റില്ല, പിന്നെ അതും അവസാനിപ്പിക്കണം. വേണ്ടേ? മനസ്സിലായാൽ പിന്നെ അവിടെ നിർത്തണം, പിന്നെ മുന്നോട്ട് പോകാൻ പറ്റൂല കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇവരെ കാണുമ്പോഴും പിന്നെ ഫോൺ വരുമ്പോഴും മെസ്സേജ് വരുമ്പോഴും ഒക്കെ വീണ്ടും നമ്മളിങ്ങനെ തീരുമാനിച്ചാലും അത് നടന്നോളണമെന്നല്ല എന്നാണ് ചില ആൾക്കാർ എന്നോട് പറയുന്നത്. ഞാൻ അവരോട് പറയണത്, ഏതൊരു ആൺകുട്ടിയാണോ അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിയാണോ നിങ്ങൾക്ക് ഫോൺ ചെയ്യുകയും മെസ്സേജ് തരികയും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും വിളിക്കുകയും കണ്ടുമുട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. അതുകൊണ്ട് നമ്മൾ അവരെ ശത്രുവായിട്ട് മനസ്സിലാണ് വിചാരിച്ചാൽ നമുക്ക് ആരെ കാണാൻ ആഗ്രഹം ഉണ്ടായാലും അവരെ കാണാൻ, കാരണം നമുക്ക് തെറ്റിനെ തരുന്ന, നമ്മുടെ ഭാവി നശിപ്പിക്കുന്ന, വാപ്പനി ഇമ്മനി നമ്മളെ കൊണ്ട് തെറ്റിപ്പിക്കുന്ന, നമ്മളെ വാപ്പനി ഇമ്മനി എന്നും വിഷമിപ്പിക്കാൻ കാരണമാകുന്ന ഒരാളാണ് നമ്മുടെ ക്ലാസ്സിൽ അയാൾ അല്ലെങ്കിൽ അവൾ. മനസ്സിലായോ കുട്ടികളെ? മനസ്സിലായോ? പിന്നെ ഞാൻ ഒന്ന് പറയാം, ഇതിൻ്റെ ഇൻട്രഡക്ഷൻ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ. എന്തു വേണമെങ്കിലും ചെയ്യാം, നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് പ്രവർത്തിക്കാം. പക്ഷേ ഒരിക്കൽ നാം ഖേദിക്കും. ഇപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പം നമുക്ക് അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിനാ ഞാൻ ഇൻട്രഡക്ഷൻ പറഞ്ഞേ കേട്ടോ. ആരെന്ത് പറഞ്ഞാലും ഉപദേശിച്ചാലും ഞാൻ ചെയ്യേണ്ടത് ശരി. അതിന് വാപ്പാക്ക് ഇഷ്ടപ്പെട്ടാലും ഉമ്മക്ക് ഇഷ്ടപ്പെട്ടാലും ദീനിന് പറ്റിയാലും പറ്റിയില്ലെങ്കിലും ഞാൻ പോണ വഴിക്ക് പൂർണ്ണ നിർത്തും തീരുമാനിച്ചാൽ അവരോട് നമുക്ക് പറയാനുള്ളതാണ്, നിനക്ക് പോണ വഴിക്ക് പോകാം, പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ ഖേദിക്കും കേട്ടോ. ഇനി ഞാൻ എൻ്റെ ഈ ക്ലാസ് കേട്ടിട്ടും അത്തരം വിചാരങ്ങൾ മനസ്സിൽ നിന്ന് നീക്കാത്ത ആളുകൾ ഒരു പേപ്പറും കഷ്ണത്തിൽ എഴുതി വെക്കുക, ഞാൻ ഈ പറഞ്ഞ വാചകം കേട്ടോ. ജീവിതത്തിൽ ഒരിക്കലും അത് തിരിച്ചു നോക്കും. ഞാൻ വെറുതെ പറയാലോ കുട്ടികളെ. ഒരു വാപ്പ ഒരു +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയെയും കൊണ്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നോട് പറഞ്ഞത് എന്താ വെച്ചാൽ, ഇവളെ ഡോക്ടർ ആക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്കൊരു ഹോസ്പിറ്റലുണ്ട്, എന്നിട്ട് അവൾ ഡോക്ടറാകുക, മരുമകനും ഡോക്ടറാകുക, അവർക്ക് ഹോസ്പിറ്റലിൽ ഏൽപ്പിച്ചു കൊടുക്കുക, അതാണ് എൻ്റെ ലക്ഷ്യം എന്നാണ്. അയാളൊരു ആഗ്രഹമാണ്, അയാൾ ഗൾഫിലുള്ള ഒരാളാണ്. മനസ്സിലായി? ഒരു സ്വപ്നമല്ലേ, ഒരു വാപ്പക്ക് ഉണ്ടായിക്കൂടെ ഒരു സ്വപ്നം, അങ്ങനെയാണ്. പക്ഷേ അവളെന്താ വെച്ചാൽ SLC പോലും ഇല്ലാത്തൊരു കോൺട്രാക്ടറുടെ ഇപ്പം എന്താണ് അലയൻസ് ആണ്. മനസ്സിലായില്ലേ? അവൾക്കിപ്പോൾ പിന്നെ എൻട്രൻസും വേണ്ട, BDSും വേണ്ട, ഒന്നും വേണ്ട. അവൾക്കിപ്പോൾ എന്താ വേണ്ട, കല്യാണം നടക്കണം. അവളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും നിന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞൊക്കെ ഈ ക്ലാസ് പറഞ്ഞൊക്കെ ഞാൻ അവളോടും പറഞ്ഞു കേട്ടോ, ഇതിനേക്കാളും പറഞ്ഞു. അപ്പോൾ അവസാനം അവൾ എന്ത് ചെയ്തു വെച്ചാൽ എന്നോട് പറഞ്ഞു, ഞാൻ എന്നാൽ തീരുമാനിച്ചു, ഞാൻ ഈ പഠിക്കാം. വാപ്പക്ക് വാക്ക് കൊടുത്തു എൻ്റെ മുന്നിൽ നിന്ന്. അങ്ങനെ പോയിട്ട് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ BDSന് ചേർത്തു. 2 കൊല്ലം അവിടെ പഠിച്ചു. 2ാമത്തെ കൊല്ലം എന്താ സംഭവിച്ചു വെച്ചാൽ, ഇവൾക്ക് ചെറിയ ടെൻഷനും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോൾ ഇവൾ എന്ത് ചോദിച്ചാൽ ആ പഴയ ആളെ ഫോൺ നമ്പർ തേടി പിടിച്ച് അവനെ ഫോണിൽ വിളിച്ചു വരുത്തി. ഹോസ്റ്റലിൽ നിന്ന് എല്ലാ സാധനവും എടുത്തിട്ട് അവൻ്റെ വീട്ടിലേക്കാണ് പോയി. വയനാട്ടിൽ ഏതോ ഒരു മുസ്ലിയാരെ കൂട്ടി കല്യാണം നടത്തിച്ചു. പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ അതന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ കേട്ടോ. ഞാൻ തമാശയായിട്ട് പറയല്ലേ കുട്ടികളെ, ഗൗരവമായിട്ട് പറയാം. പിന്നെ അവസാനം ഘട്ടങ്ങൾ ചിരിക്കൂല, ഒരു കരയാ ചെയ്യുക. കൊണ്ടുപോയി ഏതോ ഒരു മുസ്ലിയാരെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു. അവൾ പ്രഗ്നൻ്റായി. മനസ്സിലായില്ലേ? ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചു അവളെ കൊണ്ടുപോയ ചെറുപ്പക്കാരൻ. മുമ്പ് എൻ്റെ വീട്ടിൽ വാപ്പയാണ് കൊണ്ടുവന്നത്, ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അവൾ വാപ്പനെയും ഉമ്മനെയും എതിർത്തിറങ്ങിപ്പോയ ചെറുപ്പക്കാരൻ്റെ കൂടെ അവൾ വന്നു. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവൾ വൊമിറ്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലങ്ങളുണ്ട്. വന്നു. ഞാൻ അന്ന് അവൾക്ക് ഉപദേശം കൊടുത്ത എൻ്റെ പൂമുഖത്തെ അതേ കസേരയിൽ അവളിരുന്നു, അവനിരുന്നു. ഞാൻ സംസാരിച്ചു. അവളെ മെല്ലെ വീട്ടിൻ്റെ ഉള്ളിലേക്കാക്കി ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്,
ഇന്നെനിക്ക് അവളെ വീട്ടുകാർ സ്വീകരിക്കുന്നില്ല, എൻ്റെ അടുത്ത് നിർത്താനും പറ്റൂല. ഒരു നിലക്കും എനിക്ക് പറ്റിയവളല്ല അവൾ. ഞാൻ എന്തു ചെയ്യും? മനസ്സിലായില്ലേ? അവസാനം അതിൻ്റെ പരിണിതി എന്താന്ന് ചോദിച്ചാൽ, അവൾ വീട്ടിലേക്ക് വിളിച്ചു, വാപ്പ ഞാൻ തിരിച്ചു വരുന്നു. വാപ്പ പറഞ്ഞു, ഞാനൊരു വക്കീലിനെ കാണും, ഒരു നല്ലൊരു കേസ് തയ്യാറാക്കും, അതിൻ്റെ അടിയിൽ നിന്റെ പേരെഴുതി ഒപ്പിടണം. ആർക്കെതിരെയുള്ള കേസ്? ആർക്കെതിരെയുള്ള കേസ്? ആർക്കെതിരെയുള്ള കേസ്? അവളുടെ ഇപ്പോഴത്തെ ഭർത്താവിനെതിരെയുള്ള കേസ്. അവൾ സമ്മതിച്ചു, വീട്ടിൽ വന്നു. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച പേരിൽ വക്കീൽ എഴുതിണ്ടാക്കിയ കേസിൽ അവൾ ഒപ്പിട്ടു. ഇന്നവൻ മാരകമായ കേസുമായി നടക്കുകയാണ് നാട്ടിൽ. ഒരിക്കൽ ഖേദിക്കും കേട്ടോ, ഒരിക്കൽ ഖേദിക്കും. നമ്മുടെ കുട്ടികളെ നല്ലതെന്തറിയോ? തുടങ്ങാതിരിക്കുക. തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എത്രയും നേരത്തെ അവസാനിപ്പിക്കണം കേട്ടോ. ചെയ്തു പോയിന് പടച്ചവനോട് എന്ത് ചെയ്യുക? പശ്ചാത്തപിക്കുക. അതാണ് പരിഹാരം. അതാണ് പരിഹാരം. അതേ പരിഹാരമുള്ളൂ. മനസ്സിലായില്ലേ? അതേ പരിഹാരമുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ അല്ലേ എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. ഇപ്പം ഇവിടെ ഞാൻ ഈ പറയുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും എനിക്ക് വിഷയമല്ല. പക്ഷേ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കുട്ടികളെ ഞാൻ നിങ്ങളോട് പറയാണ് കേട്ടോ, അധികം ഞാൻ നമ്മളെ ക്ലാസ്സില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമുണ്ട്. എന്തൊരു സന്തോഷമാണ് ഈ ജീവിതം എന്നറിയുന്നത്. നിങ്ങളായിട്ട് വല്ല ടെൻഷൻ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിൽ ജീവിക്കാം. പക്ഷെ നമ്മളെ ജീവിതം പ്രയാസകരമാക്കാൻ വേണ്ടി വരെ ചില ടെൻഷൻ ഉണ്ടാക്കിക്കുകയാണ് നമ്മൾ. അത് നമ്മൾ ഒഴിവാക്കിയാൽ നല്ല ആസ്വാദകരമായി ഇവിടെ ജീവിക്കാൻ പറ്റും. എന്താ ടെൻഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക്, നമുക്ക് തെറ്റാൻ തോന്നുന്ന കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടൂല. അതിൻ്റെ പ്രശ്നം. നമുക്ക് തെറ്റാന്ന് ഉറപ്പുള്ളൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം തന്നെ കിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടൂല. ഒരു ഉദാഹരണമാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം അവൻ ചെയ്യുന്ന തെറ്റുകളാണെന്ന് പറയുന്നത്. ഏറ്റവും വലിയ ദുഃഖം. ഒരു തെറ്റും ചെയ്യുന്നില്ലെങ്കിൽ അവൻ സന്തോഷവാനായിരിക്കും. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇടയ്ക്ക് പറയാനുള്ളൊരു ഉദാഹരണമാണ്. അമേരിക്കയിൽ ഒരാൾ കാർ ഓടിച്ചു പോവുകയാണ്. കാർ ഓടിച്ചു പോകുന്നതിന് വഴിക്ക് എന്താ വെച്ചാൽ പെട്ടെന്നൊരു കുട്ടി റോഡ് ക്രോസ് ചെയ്തു. റോഡ് ക്രോസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? ആ കുട്ടിയുടെ ദേഹത്ത് വണ്ടി തട്ടി കുട്ടി വീണു. കുട്ടി വീണ് പിടയുമ്പോൾ ഇയാൾ കാർ നിർത്താതെ പോയി. ഇനി അതൊരു പ്രശ്നം ഉണ്ടായിരിച്ചിട്ട് നിർത്താതെ പോയി അയാൾ വീട്ടിലെത്തി. ഈ കുട്ടീനെ ആരോ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷെ കുട്ടി മരിച്ചു. മനസ്സിലല്ലേ? അപ്പം അയാൾക്ക് വീട്ടിലെത്തിയിട്ട് എപ്പോൾ ഉറങ്ങാൻ കിടന്നാലും, ഭക്ഷണം കഴിക്കാൻ ചെന്നാലും, എപ്പോൾ ഒന്ന് വിശ്രമിക്കാനിരുന്നാലും ഒക്കെ എന്ത് വരും? ഈ കുട്ടിൻ്റെ ചിന്ത മനസ്സിൽ വരും. ആ കുട്ടി വീണ് കിടക്കുന്നതും ആ കുട്ടി പടയുന്നതും ഞാൻ അപ്പോൾ തിരിഞ്ഞു നോക്കിയില്ലല്ലോ, ആ കുട്ടിയുടെ അടുത്ത് ആശുപത്രിയിൽ എത്തിച്ചില്ലല്ലോ, ഞാനത് പരിഗണിച്ചില്ലല്ലോ എന്നിങ്ങനെ മനസ്സ് പറയും. അതിനെപ്പറ്റി എന്നെ ചിന്ത. അവസാനം എന്താ വെച്ചാൽ ഇയാൾ വർഷം ചെല്ലും തോറും ഈ വേദന കടുത്തു വന്നു. പക്ഷെ ഇയാൾ ഈ കുട്ടീനെ പറ്റി പിന്നെ അന്വേഷിച്ച് അതിൻ്റെ മാതാപിതാക്കളെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരുന്നു. അങ്ങനെ അയാൾ മനസ്സിനൊരു സമാധാനം കിട്ടാൻ ആ മാതാപിതാക്കളോടൊരു മാപ്പ് ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തെരഞ്ഞു ചെന്നിട്ട് അവരോടൊരു മാപ്പ് ചോദിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ രക്ഷിതാവ് പൊട്ടിത്തെറിച്ചു. ഞങ്ങളെ കുട്ടി വീണ് പെടയുമ്പോൾ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമം പോലും നടത്താതെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുകയാണ്. പൊട്ടിത്തെറിച്ചു. അതും കൂടി കേട്ടപ്പോൾ അയാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അയാളാണ് സൂയിസൈഡ് ചെയ്തു, ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഒരു തെറ്റൊരു മനുഷ്യന് എത്രമാത്രം പ്രയാസം ഉണ്ടാകും നമുക്ക് മനസ്സിലായില്ലേ? ചെയ്തില്ലേ? കുട്ടികളെ ചെയ്യരുത്. പല പരിപാടികളും നമ്മുടെ സ്വകാര്യ ജീവിതത്തിലുണ്ട്. നമുക്ക് മാത്രം അറിയണം. കൂട്ടുകാരോടും കൂടി പറയാത്ത പല തെറ്റുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ആ തെറ്റുകളുടെ
മനോവേദനകളാണ് നമ്മുടെ സന്തോഷം കെടുത്തിക്കളയുന്നത്. ഈ സമയത്തിൽ ഒരു പ്രശ്നമില്ലാതെ നല്ല വാപ്പൊക്കെ നല്ല ജോലി, നല്ല ഫ്ലാറ്റ്, നല്ല ഭക്ഷണം, നല്ല സുഖം ഒക്കെ ഉണ്ടായിട്ടും ജീവിതത്തിൽ സമാധാനം കിട്ടാത്ത എന്തുകൊണ്ടാണ് നിങ്ങൾ? നമ്മൾ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളെക്കുറിച്ചുള്ള വേദനിക്കുന്ന ഓർമ്മകൾ. ഞാൻ അങ്ങനെ ചെയ്യാൻ, എനിക്ക് നിർത്താൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താ കാട്ടുക? അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കും. മനസ്സിലായോ? അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും. മനസ്സിലായി? ആ ചിന്തകളാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ എന്താണ്, പ്രത്യേകിച്ച് നമ്മൾ ചെയ്ത ഒരു തെറ്റിനെ കുറിച്ചും നമ്മൾക്ക് ഇങ്ങനെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രൂപത്തിൽ ഒരു തെറ്റും സംഭവിച്ചു പോകുന്നില്ലെങ്കിൽ, അങ്ങനെ ഒന്നും നമുക്ക് പറയാനില്ലെങ്കിൽ നമ്മളായിരിക്കും ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷവാന്മാർ. ഒരു ചോദ്യം കൊണ്ട് ഞാൻ ചോദിച്ചോട്ടെ, രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ ചോദിക്കണത്. അങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് വിഷമിക്കാവുന്ന ഒരു തെറ്റും എന്നെ അലട്ടുന്നില്ല എന്ന് പറയാൻ ആത്മധൈര്യമുള്ള ആരെങ്കിലും? ഒരാൾ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിൻ്റെ പേരിലൊരു വിഷമമൊന്നും അങ്ങനെയൊന്നും എനിക്ക് മനസ്സിലായി, അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കില്ല എന്ന് പറയാൻ ആത്മധൈര്യമുള്ളവർ ഉണ്ടാവും. പക്ഷേ അത്ര ഒരു 100% എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ ഉണ്ടാവും മിക്കവാറും. ഞാനിത് ചോദിക്കുന്നതെന്ന് വെച്ചെങ്കിൽ ആരാണ് അങ്ങനെയെന്ന് അറിയാനല്ല, ഇതാണ് എല്ലാവരുടെയും പ്രശ്നമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് കേട്ടോ. ഈ പ്രശ്നം എല്ലാവർക്കും ഉണ്ട് എന്ന് മനസ്സിലാവാൻ. മനസ്സിലായില്ലേ? അല്ല, ഒരു സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമല്ലേ കുട്ടികളെ? അല്ലേ? എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ടല്ലോ, ഒരാഗ്രഹം. ചെറിയ ചെറിയ തെറ്റുകളാവും, നിർത്താനൊന്നും വലിയ പണി ഉണ്ടാവില്ല. ഒന്ന് പരിശ്രമിച്ചാൽ രാത്രിയും പകലും ഒക്കെ വളരെ സന്തോഷത്തോടെ എപ്പോഴും ഉന്മേഷത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റും. എന്താ ഇപ്പം തെറ്റായിട്ട് വരിക? ചിലപ്പോൾ വാപ്പയമ്മ അറിയാതെ എന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടാവും നമ്മൾ, അല്ലേ? എന്തെങ്കിലും പരിപാടി ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മൾ അറിയാതെ പൈസ എടുക്കുക, ഇതൊക്കെയാണ് ഇപ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ. പക്ഷെ ഒരു കാര്യങ്ങളും ഓർക്കണം കേട്ടോ, അത് എന്തായാലും ഞാൻ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു സംഗതിയാണത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ കളവ് കേസുകളും പിടിക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ബാംഗ്ലൂരിൽ നടന്നൊരു സ്ഫോടനമടക്കം എല്ലാ കാര്യങ്ങളും കാണുന്നത് എന്താ വെച്ചാൽ, ഈ റെക്കോർഡ് ചെയ്യുന്ന TV കൾ ഉണ്ടാവുമല്ലോ, പല സ്ഥലത്തും ഉണ്ടാവും ഓടികൾ. അതിൽ നിന്നുള്ള ചിത്രങ്ങളിൽ നിന്നാണ് ബാങ്ക് കൊള്ളകൾ ഇതൊക്കെ പിടിക്കേണ്ടത്. പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ടാവും ആൾക്കാരെ പിടിക്കാൻ. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കണം, നമ്മൾ ചെയ്ത തെറ്റുകൾ മുഴുവനും നമുക്ക് കാണിച്ചു തരുന്ന ഒരു ദിനമുണ്ട്. നമുക്ക് വിശ്വാസമല്ലേ അത്? അല്ലേ? അപ്പോൾ ഈ ചെയ്യണമൊക്കെ കുട്ടികളെ അവിടെ വരൂലേ? ഓരോ ചെറിയ കാര്യങ്ങളും ഇതിനൊക്കെ കണക്ക് പറയണ്ടേ? ഇതൊക്കെ റെക്കോർഡിൽ നിന്ന് മായ്ച്ച് കളയണമെങ്കിൽ നമ്മൾ അത്രയും ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചാൽ മാത്രമേ പടച്ചോൻ അത് നമ്മുടെ റെക്കോർഡുകളിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് കളയുള്ളൂ, മായ്ച്ച് കളയുള്ളൂ. തെറ്റുകൾ ചെയ്യാതെ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടു കൂടെയും എന്ത് ചെയ്യുക? ജീവിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞു ഒക്കെ. ഇനി ഒരു പക്ഷേ എൻ്റെ ക്ലാസ് വളരെ ശ്രദ്ധാപൂർവം കേട്ട് അത് പ്രകാരം ചെയ്യണമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു സംശയമുണ്ട്. അതിനും കൂടി ഉത്തരം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്തായിരിക്കും ആ ചോദ്യം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതൊക്കെ ആത്മാർത്ഥമായിട്ട് ഇത് പാലിക്കണം എന്ന് വിചാരിക്കുന്ന ആളെ മനസ്സിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുമെന്നാണ് ഞാൻ പറയണത്. ആ ക്വസ്റ്റ്യൻ എന്താ പറയാൻ പറ്റും? ഞാൻ ആ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾ പറയാം അത് എനിക്കെൻ്റെ മനസ്സിലുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെന്ത് കാര്യമുണ്ടോ പറയാനുള്ളത്? എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പലപ്പോഴും ശ്രമിക്കുകയും ചെയ്താണ്, പക്ഷെ നടക്കുന്നില്ല, എന്തു ചെയ്യും? അങ്ങനെ ക്വസ്റ്റ്യൻ ആരെങ്കിലും മനസ്സിൽ വന്നോ? എനിക്ക് ഈ പറഞ്ഞ മാതിരിയൊക്കെ ജീവിക്കാൻ ആഗ്രഹം. ഞാൻ പലപ്പോഴും പല പ്രസംഗം കേട്ടപ്പോൾ അങ്ങനെ ശ്രമിച്ചതുമാണ്, പക്ഷെ നടക്കുന്നില്ല. അങ്ങനെ പറയാൻ ആൾക്കാർ ആർക്കും തോന്നിയോ? അങ്ങനെ ക്വസ്റ്റ്യൻ തോന്നിയില്ല എന്നാൽ അതിനുള്ള പരിഹാരമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നടക്കും, പ്രായോഗിക പരിഹാരം. അത് പറഞ്ഞാൽ നമ്മളത് തീർന്നു കേട്ടോ. നിങ്ങൾക്ക്
മാതാപിതാക്കളുടെ അനുസരിക്കുന്ന അവരുടെ തൃപ്തിയുള്ള മക്കളാകാൻ പറ്റും. ക്ലാസ്സിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമുള്ള ഒരു അന്യ ആൺകുട്ടിയെയോ അന്യ പെൺകുട്ടിയുമായി ഒരു ബന്ധവും പുലർത്താതെ ജീവിക്കാൻ പറ്റും. നമ്മുടെ ബെഡ്റൂമിലായാലും ബാത്റൂമിലായാലും ഒറ്റയ്ക്കായാലും വീട്ടിൽ ഒന്നിച്ചായാലും നമുക്ക് തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാൻ പറ്റും കേട്ടോ. ഇനി ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് കേട്ടോ, ഒന്നാമത്തെ കാര്യം എന്താ അറിയോ, ഏതൊരു തെറ്റിനും ഒരു സാഹചര്യം ഉണ്ടാകും കേട്ടോ. ആ സാഹചര്യത്തിൽ എത്തുമ്പോഴാണ് ആ തെറ്റ് നമുക്ക് എന്ത് ചെയ്യുക, ഓർമ്മ വരിക, ചെയ്യാൻ തോന്നുക. ആ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഹദീസിലൊക്കെ 99 ആളെ കൊന്നൊരു കഥ പറയില്ലേ. 99 ആളെ കൊന്ന ഒരാള് മനസ്താപമുണ്ടായി നല്ല മനുഷ്യനാവാൻ വേണ്ടി ഒരു പണ്ഡിതനോട് സംശയം ചോദിക്കാൻ എന്നാണ്, ഞാൻ 99 ആളെ കൊന്ന ഒരാളാണ്, എനിക്ക് നീ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. അപ്പോൾ അയാളെന്താ അവരോട് പറഞ്ഞ് പറ്റില്ല. ഇനിയിപ്പോൾ 99 ആളെ കൊന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇയാളെ കൊന്നാൽ എന്താണെന്ന് ആലോചിച്ച് മനസ്സിലായി. സംശയം ചോദിച്ച ആളെ അയാളെയും കൊന്നു. അപ്പോൾ എത്രയായി പോകും, 105 മനസ്സിലായി. പറ്റും എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിന് കൊടുത്ത നിർദ്ദേശമുണ്ട്. എന്താ നിർദ്ദേശങ്ങൾ കേട്ടുന്നത്? ഈ നാട്ടിൽ എനിക്ക് പറ്റൂല. കാരണം 99 ആളെ കൊല്ലാൻ മാത്രം ചുറ്റുപാടുള്ള സാഹചര്യവും പ്രചോദനവും നൽകുന്ന ഒരു നാട്ടിൽ നിന്നാൽ ഇനിയിപ്പോൾ 101 ആളെയും കൊല്ലൂലേ. അതുകൊണ്ട് ഇവിടുന്ന് പോകണമെന്നാ പറഞ്ഞു. സാഹചര്യങ്ങൾ വളരെ പ്രശ്നമാണ് കുട്ടികളെ. ഇപ്പൊ എങ്ങനെയാ ഏതൊരു തെറ്റും വന്നു ചേർന്നതിന് ഒരു സാഹചര്യം സന്ദർഭം ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? ഞങ്ങളവിടെ പിന്നെ മറ്റേ ബിടെക് കോളേജിൽ ഒരു മുസ്ലിം ആൺകുട്ടിയും ഒരു മുസ്ലിം പെൺകുട്ടിയും തമ്മിൽ അഫെയർ ആയത് എങ്ങനെയാണെങ്കിൽ അവർ രണ്ടാളും കോളേജിലേക്ക് വൈകിയ വന്നത്. ലേറ്റ് അഡ്മിഷനാണ്. അപ്പം അഡ്മിഷൻ്റെ സമയത്ത് ഫോം ഇങ്ങനെ പൂരിപ്പിക്കുമ്പോൾ ഒരു കോൾ അറിയില്ല. അപ്പോൾ ഇങ്ങനെ നല്ലോണം നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അപ്പുറത്ത് ഫോം പൂരിപ്പിക്കുന്നു. അപ്പോൾ അവളോട് ചോദിച്ചു, ഈ കോളത്തിൽ എന്താ എഴുതുകയെന്ന്. അപ്പോൾ അവളൊന്ന് മുഖത്തേക്ക് നോക്കി, രണ്ടാളൊന്ന് ചെറുതായിട്ട് പരിചയപ്പെട്ടു. എന്ത് ചെയ്യില്ല, 6 മാസം കൊണ്ട് ഓരോ കല്യാണം കഴിഞ്ഞു. ഇപ്പം തുടക്കം എങ്ങനെയാണ്, ഒരു ചെറിയൊരു സാഹചര്യം, ഒരു സാഹചര്യം കാണാനും ബന്ധപ്പെടാനുമുള്ള സാഹചര്യങ്ങൾ എന്താവുക, ഇല്ലാതാവുക കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അതിൽ പ്രധാന സംഗതി, ഇപ്പൊ ഇന്നത്തെ നാട്ടിലെ ഏറ്റവും പ്രധാന സംഗതി എന്താ വെച്ചാൽ സിം ഒഴിവാക്കുക എന്നുള്ളതാണ്. സാഹചര്യം ഒഴിവാക്കുന്നതിന്റെ ആദ്യ നടപടി. ഫോൺ ഒഴിവാക്കാൻ നമുക്ക് പറഞ്ഞുകൂടല്ലോ. സിം ഒഴിവാക്കുക പറഞ്ഞാൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ആർക്ക് കൊടുത്തിട്ടുള്ള എന്തും, അത് ഫേസ്ബുക്ക് ഐ ഡി ആയിരുന്നാലും മെയിൽ ഐ ഡി ആയിരുന്നാലും ഫോൺ നമ്പർ ആയിരുന്നാലും നമ്മുടെ അഡ്രസ്, നമ്മുടെ നമ്പർ വേറെ ഒരാളെടുത്തും ഇല്ലാതിരിക്കുക. അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ഇപ്പം നമ്മളെന്താ പറയുക, നമ്മൾ ഇങ്ങനെ തെറ്റായ ബന്ധങ്ങൾക്കാൾക്ക് ഈ ഫോൺ നമ്പർ കണ്ടൊരു മിസ് കാണുമ്പോഴേക്ക് ഈ കേട്ടതൊക്കെ മറക്കും. അതാ പ്രശ്നം. സാഹചര്യങ്ങൾ ഇല്ലാതാക്കുക കേട്ടോ. സാഹചര്യങ്ങൾ ഏറ്റവും പ്രധാനമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അങ്ങനത്തെ ഒരു തെറ്റായ സാഹചര്യം ഇല്ലാതാക്കുക. പരസ്പരം ഈ തെറ്റിന് അവസരം കിട്ടുന്ന സന്ദർഭങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, നമ്മളിപ്പോൾ കുറച്ച് നല്ല കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ എന്തുണ്ടാവും, ഒരു മാറ്റം ഉണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം. ഒന്ന് നല്ല സി ഡികളും നല്ല കാസറ്റുകളും ഒക്കെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഒരു പ്രശ്നമല്ല നമ്മുടെ നാട്ടിൽ. നല്ല ഉത്ബോധനങ്ങൾ കേൾക്കണം, മനസ്സ് തട്ടണേ. അത് നിങ്ങൾ എന്തുപയോഗിച്ച്, നമ്മുടെ ബൈലെക്സ് ഉപയോഗിച്ചാലും പ്രശ്നമില്ല, ദേവാ വോയിസ് നിന്ന് ഡൗൺലോഡ് ചെയ്ത് കേട്ടാലും പ്രശ്നമില്ല. എങ്ങനെ നല്ല ദേവാ വോയിസിലൊക്കെ എപ്പോഴും പുതിയ പുതിയ സി ഡികൾ പിന്നെ പ്രസംഗങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കേൾക്കാൻ പറ്റും. ഉത്ബോധനങ്ങൾ കേൾക്കുക, ഖുർആൻ്റെ ആയത്തുകളുടെ അർത്ഥം, ആശയങ്ങൾ കേൾക്കാം. രണ്ടാമത് ഖുർആൻ പാരായണം ചെയ്യാം. രാവിലെ എന്നും ഖുർആൻ ഓതുക. ഖുർആൻ ഓതുന്നവൻ്റെ മനസ്സ് എപ്പോഴും തെളിഞ്ഞിരിക്കും. ഓതാതിരിക്കരുത് കുട്ടികളെ, എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുക. പറ്റുമെങ്കിൽ മനഃപ്പാടമാക്കുക. ഇതൊക്കെ ചിന്തിക്കുന്ന ഒരാളെ മനസ്സിൽ ഇത്തരം തിന്മകൾ കയറൂല. ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് മാത്രം കേട്ടോ. അപ്പക്ക് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് വേണ്ടി ചെയ്യണം, നടക്കും പരിപാടി. പിന്നെ 2 ഖുർആനുമായുള്ള ബന്ധം, ഒന്ന് സാഹചര്യങ്ങൾ ഒഴിവാക്കുക, 2 ഖുർആനുമായുള്ള ബന്ധം. മൂന്നാമത്തത് നമസ്കാരം. വളരെ കോൺസെൻട്രേഷനോടുകൂടെ, വളരെ ഏകാഗ്രതയോടുകൂടെ നിസ്കരിക്കണം.
നിസ്കാരം തിന്മകളിൽ നിന്ന് തടുക്കുന്നല്ലേ, അങ്ങനെ പറഞ്ഞില്ലേ അല്ലേ? തടുക്കും. ശരിക്കും നിസ്കരിക്കും ആത്മാർത്ഥമായിട്ട്. നാലാമത്തത്, പടച്ചവനെ ഈ തെറ്റുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഒരു ശുദ്ധിയുള്ള മനസ്സോടുകൂടെ ജീവിക്കാൻ എന്നെ സഹായിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ വഅൻത ഖൈറു മൻ സക്കാഹാ വഅൻത വലിയുഹാ വമൗലാഹാ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ക്ലാസ് അവസാനിച്ചു കേട്ടോ. ഇനി ഞാനൊരു ഇൻട്രഡക്ഷൻ പറഞ്ഞു, കേട്ടല്ലോ? മറന്നോ? ഇൻട്രഡക്ഷൻ മറന്നോ? എന്തായിരുന്നു? എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, പക്ഷേ എന്തെങ്കിലും ഒരിക്കൽ ഖേദിക്കും കേട്ടോ. അതേ പറയാനുള്ളൂ. രണ്ടാമത്തത്, മനസ്സിലാക്കിയ ഒരു സത്യം പാലിക്കാൻ വേണ്ടി എന്തു ചെയ്താലും ആരെ സഹായം ഉണ്ടാവും? അള്ളാന്റെ സഹായമുണ്ടാവും. ഇനി ഒരു സമാപനം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. സമാപനം ലളിതമായി പറയാം. എൻ്റെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോള് ഞങ്ങളുടെ നാട്ടിൽ, നിങ്ങളിവിടുത്തെ നമ്മുടെ നാട്ടിലെ സ്കൂൾ നിങ്ങൾക്ക് അറിയാലോ, ഗവൺമെൻറ് സ്കൂളിൽ കുട്ടീനെ പറഞ്ഞയച്ചാൽ അവിടുന്ന് എന്ത് ചെയ്യും? 3 മാസം കൂടുമ്പോൾ 5 കിലോ അരി കിട്ടും. നമുക്ക് ഇങ്ങോട്ട് വീട്ടിൽ കൊടുത്തേക്കും 5 കിലോ അരി. ഫീസൊന്നും കൊടുക്കണ്ട കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള പുസ്തകം കൊടുക്കും അവിടുന്ന് കേട്ടോ. എല്ലാം കിട്ടും. നമുക്ക് ഇങ്ങോട്ട് തരും ഗവൺമെൻറ്. അങ്ങനത്തെ സ്ഥാനത്താണ് നിങ്ങളിവിടെ 30,000 40,000 കൊടുത്ത് പഠിക്കണം കേട്ടോ. നാട്ടിൽ അങ്ങനെ എല്ലാം കിട്ടും. അപ്പോൾ അതിനുള്ള വേറൊരു പദ്ധതിയാണ് എന്താ വെച്ചാൽ, എല്ലാ വീട്ടിലും പച്ചക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിത്ത് കൊടുക്കും സ്കൂളിൽ നിന്ന് വിത്ത്. അപ്പോൾ എൻ്റെ മോൾക്ക് വിത്ത് കൊടുത്തപ്പോൾ എന്താ വെച്ചാൽ അത് അലസമായി കൊടുത്തിട്ട് എവിടെ ഇട്ടു എന്ന് വിചാരിച്ചാൽ ഈ അടുക്കളയിൽ അവളുടെ ഉമ്മ പാത്രം കഴുകുന്ന ഭാഗത്തൊരു ജനലിൻ്റെ തരിപ്പുമ്പോൾ കൊടുന്ന് അത് അവിടെ വെച്ച് കേട്ടോ. അപ്പം അതിൻ്റെ കവർ എങ്ങനെയോ പൊട്ടിയിരുന്നു. അപ്പം ഈ പാത്രം കഴുകുമ്പോൾ കുറച്ച് വെള്ളം എന്ത് ചെയ്തു വെച്ചാൽ ഈ വിത്തിലേക്ക് തെറിച്ചു, ഈ പാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് തെറിച്ചു, നനഞ്ഞു ആ വിത്ത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കവറിനുള്ളിൽ നിറച്ച് വേരുകൾ. വെള്ളം തട്ടിയതോടുകൂടെ എന്ത് ചെയ്തു, അത് മുളക്കാൻ തുടങ്ങി. പിന്നെ അതിന് ചെറിയ മുള വരാൻ തുടങ്ങി. ഇനി എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയാലോ. അതായത് അതെന്തിൻ്റെ വിത്താണോ ആ വിത്ത് മുമ്പ് നിന്നിരുന്ന അതേ വള്ളി ആ വിത്തിൻ്റെ ഉള്ളിൽ നിന്നും മെല്ലെ മെല്ലെ പുനർജനിക്കും. സംഭവിക്കൂലേ? കൈപ്പക്കൻ്റെ വിത്താണെങ്കിൽ കൈപ്പക്ക് വരും, പയറിൻ്റെ വിത്താണെങ്കിൽ പയർ വരും. എന്നിട്ട് അതിൽ വീണ്ടും എന്തുണ്ടാകും? ഇതേ വിത്ത് ഉൾക്കൊള്ളുന്ന കായയുണ്ടാകും. സത്യല്ലേ? മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, മനുഷ്യൻ മരിച്ചാൽ അവനെ കരിച്ചു കളഞ്ഞാലും മണ്ണിൽ യുഗാന്തരങ്ങൾ കടന്നാലും അവൻ്റെ നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്തുള്ള ഒരു അളുമുദ്ദന വാലസ്ഥി, ഇമാം ബുഖാരിൻ്റെ ഹദീസിൽ, മൃഗങ്ങൾക്കൊക്കെ വാല് മുളക്കുന്ന ആ സ്ഥലത്തുള്ള ഒരു അസ്ഥി മണ്ണിൽ കേടുവരാതെ കിടക്കും. എന്നിട്ട് ഖിയാമത്ത് നാൾ വരുമ്പോൾ ഫീഹി യുറക്കബുന്നാസ്, ജനങ്ങൾ അതിൽ നിന്നും എന്ത് ചെയ്യും? പുനർജനിക്കും. അപ്പം ഞാൻ മരിച്ചാൽ ആ ഒരു കാര്യം മാത്രം കിടക്കും. പിന്നെ അതിൽ നിന്ന് ഖിയാമത്ത് നാളിൽ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വരും ജീവനോടെ. മുമ്പ് എവിടെയെങ്കിലും വല്ല ഓപ്പറേഷൻ ചെയ്ത പാടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ഉണ്ടാവില്ല. ഒരു പുതിയ തൊലി ആവരണം ചെയ്യും, എഴുന്നേറ്റ് വരും. മനസ്സിലായില്ലേ? ജീവിതത്തിൽ ചെയ്ത മുഴുവൻ കർമ്മരേഖയും അവിടെ ഉണ്ടാവും. എന്നിട്ട് നമുക്ക് തരും. വജദൂമാ അമിലു ഹാദിറ, ഇപ്പം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കാണിക്കും. സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പഠിക്കുമ്പോൾ, യുവാവാകുമ്പോൾ, ജോലി സ്ഥലത്തുണ്ടാകുമ്പോൾ ഒക്കെ ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞ് ഓരോന്നും കാണിച്ചു തരും. എന്നിട്ട് നമ്മളോട് പറയും, നിന്റെ ഗ്രന്ഥം നീ വായിച്ചോ? ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. വായിച്ചോ, നിന്റെ പ്രവർത്തനങ്ങളുടെ രേഖയാണ്, നീ മതി നിന്നെ വിചാരണ ചെയ്യാൻ. കുട്ടികളെ രണ്ടവസ്ഥയുള്ളൂ, നിങ്ങൾ ആരായിട്ടും കാര്യമില്ല. ഒന്നില്ലെങ്കിൽ നരകം, അല്ലെങ്കിൽ സ്വർഗം കേട്ടോ, ഉറപ്പ്, യാതൊരു സംശയമല്ല. തൽക്കാലം ഒക്കെ ഇവിടെ നടന്നു എന്ന് വരും. ജീവിതത്തിൻ്റെ പരിണാമം രണ്ടിലൊരു സ്ഥലത്ത്, നരകത്തിൽ സ്വർഗത്തിൽ. ചിന്തിക്കാൻ പോലും പറ്റൂല.
ചിന്തിക്കാൻ പോലും പറ്റൂല കുട്ടികളെ. അത്ര ഭയാനകമാണ് നരകം. ജീവിക്കുകയും ലാ യമൂതു ഫീഹാ വലാ യഹ്യ, ജീവിക്കൂല മരിക്കൂല, അങ്ങനത്തെ ലോകം. അല്ലെങ്കിൽ സ്വർഗം, വിശാലമായി കിടക്കുന്ന സ്വർഗം, ഒന്നും പേടിക്കണ്ട, ആഗ്രഹിച്ചതൊക്കെ നടക്കും, മരണമില്ല, നിർഭയത്വം. രണ്ടിലൊരിടത്ത് നമ്മളെല്ലാവരും ഉണ്ടാവും, തീർച്ച കേട്ടോ. എവിടെ വരണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും സ്വയം തീരുമാനിക്കുക അല്ലേ? കേട്ടതൊക്കെ പ്രയോഗവൽക്കരിക്കുവാനും നല്ല മനസ്സോടെ ജീവിക്കുവാനും സ്വർഗത്തിലെത്താനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും ഒന്ന് ചോദിക്കണേ ചോദിക്കണോട്. ഞാൻ ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് സ്ലിപ്പിൽ എഴുതി തരാം, നേരിട്ട് ചോദിക്കാം. ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് തോന്നുന്ന ആളുകളുണ്ടാവും ഇവിടെ. ഞാൻ പറഞ്ഞത് ശരിയല്ല, എനിക്ക് മനസ്സിലാക്കിയെടുത്ത് എന്തൊക്കെയോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നൊക്കെ തോന്നിയ ആൾക്കാരുണ്ടാവും ഇവിടെ. അവർക്ക് എഴുതി തരാം, എന്നെ ചോദ്യം ചെയ്യാം, ഒരു പ്രശ്നമല്ല. അപ്പം ഇല്ല, ചോദ്യമില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നാണ്. ശരിയാണെങ്കിൽ നിങ്ങളത് അംഗീകരിക്കണമല്ലോ, വേണ്ടേ? ശരി മനസ്സിലാക്കിയിട്ടും അംഗീകരിക്കാതിരിക്കലാണല്ലോ തെറ്റ്, അല്ലേ? 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 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയും, ഞാൻ ഇത്ര നേരം നിങ്ങൾക്ക് സംസാരിച്ച ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ, 2 സെന്റൻസ് കേട്ടോ. പേരൊന്നും വേണ്ട, അഡ്രസ് ഒന്നും വേണ്ട, അതിനെക്കുറിച്ച് കേട്ടോ 2 വാചകം ഒന്ന് ആലോചിച്ച് വെച്ചാലേ മനസ്സിലാട്ടോ. പെട്ടെന്ന് എഴുതാം. പേരുണ്ടായിന് അടുത്ത ആളത്തുനിന്ന് വാങ്ങാം അല്ലേ? ഉണ്ടാവില്ലേ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്ടാവില്ലേ? ചെറിയൊരു ആലോചന ഒന്ന് മനസ്സ് കണ്ടു വെച്ചോ, ചെറുതായിട്ട്. എന്തെങ്കിലും സംശയം? ഒന്നുമില്ല. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നോളൂ കേട്ടോ. നമ്മൾ ക്ലാസ് കുറച്ച് കുട്ടികൾ എന്നോട് പറയും, നിങ്ങളെ ക്ലാസ് ഇരിക്കാൻ ഭയങ്കര പ്രയാസമാണെന്ന് പറയും. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? നനങ്ങാൻ പറ്റൂല അങ്ങനെയൊക്കെ പറയും. ഈ ക്ലാസ് ഉണ്ടായ സംഘാടകരൊക്കെ പറയും. ശരി, അതിപ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ ഈ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ മനസ്സിൽ ഭയങ്കര ഏകാഗ്രതയോടെ പറയുമ്പോഴേ ചെറിയൊരു ബുദ്ധിമുട്ട് വന്ന് നമുക്ക് തടസ്സം വരും. പിന്നെ ആ ക്ലാസ്സിൻ്റെ ഫ്ലോ നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയില്ലേ, ഞാൻ എൻ്റെ കോളേജിലെ കുട്ടികളുടെ എന്താ പറയുക, നിങ്ങൾ മുഴുവൻ സമയം ക്ലാസ് എടുക്കൂല. ഞാൻ കോളേജിലെ പഠിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് 40 മിനിറ്റ് അവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അരമണിക്കൂർ ക്ലാസ് എടുക്കും. 10 മിനിറ്റ് അവർക്ക് റിലാക്സ് ചെയ്യാൻ കൊടുക്കും. ആ 10 മിനിറ്റ് അവർക്ക് കൊടുക്കണമെന്ന് വെച്ചാൽ 30 മിനിറ്റ് അനങ്ങാതിരുന്നതിന് 10 മിനിറ്റ് കൊടുക്കണേ. മനസ്സിലായി? 30 മിനിറ്റ് അനങ്ങാതിരുന്നതിന് 10 മിനിറ്റ് അവർക്ക് എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. ഇപ്പൊ നമ്മളൊരു സ്വാതന്ത്ര്യം കൊടുത്താൽ എന്താ വെച്ചാൽ ശ്രദ്ധിച്ചിരിക്കണവർക്ക് പിന്നെ എന്ത് ചെയ്യുക, എപ്പോഴും ശല്യിക്കാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ അത് എല്ലാവർക്കും ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കേട്ടോ തൽക്കാലം മറന്നോളൂ, ഒന്ന് റിലാക്സ് ചെയ്തോളൂ കേട്ടോ. പിന്നെ എന്തെങ്കിലും ചോദിക്കാണോ? ഇനി ഒന്നുമില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ഈ ക്ലാസ് എങ്ങനെ അനുഭവപ്പെട്ടു എന്ന് നിങ്ങളൊരു വാചകം എഴുതിയാൽ നന്നാവും നമുക്ക് കേട്ടോ. ഒരു പേപ്പർ വരും, അത് എഴുതി തന്നാൽ നിങ്ങൾക്ക് പോവാം. ശ്രദ്ധിക്കണം, അതിൽ പേരെഴുതരുത് കേട്ടോ നിങ്ങൾ കേട്ടോ. പേരെഴുതാൻ അനുവദിക്കാത്തതെന്ന് വെച്ചാൽ എന്തും നിങ്ങൾക്ക് എഴുതാമെന്ന് നിലക്കാണ്. അതൊരു പകുതി എടുത്തിട്ട് അവിടെ കൊടുത്താൽ ലേഡീസിന് അവരാരും കൊടുത്താൽ ശരി. പെട്ടെന്ന് പേന ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. എല്ലാവരും പേന അങ്ങോട്ടും കൊണ്ട് കൊടുക്കുക. എൻ്റെ പേനയും വേണമെങ്കിൽ ഞാൻ തരും, എഴുതിയിട്ട് തിരിച്ചു തരണേ. പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് തോന്നി, നിങ്ങളെ തീരുമാനമായാലും മതി. ക്ലാസ് കേട്ടപ്പോൾ ഉണ്ടായ ഒരു തീരുമാനം, അങ്ങനെ എഴുതാലോ അല്ലേ? ഒരു തീരുമാനം, എൻ്റെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഞാനത് ഇതോടെ അവസാനിപ്പിച്ചു. പേരില്ലല്ലോ, എന്തും എഴുതി കൂടെ അല്ലേ? എന്തിലെഴുതാം, മലയാളമോ ഇംഗ്ലീഷോ എന്തിലെഴുതാനും കുഴപ്പം. ഇവിടെ എല്ലാ ഭാഷയുടെ ആൾക്കാരുണ്ട് ഇവിടെ, ഏത് ഭാഷയിൽ എഴുതാനും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇനി എൻ്റെ ക്ലാസ് കേൾക്കാൻ തോന്നില്ല, കാരണം ഞാൻ അത്രയും കടിച്ചെടുത്ത്. ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ യൂട്യൂബിൽ എൻ്റെ പേരടിച്ചാൽ ധാരാളം പ്രസംഗങ്ങൾ അതിലുണ്ട്. ഇനി അതല്ലെങ്കിൽ ദാവാ വോയിസിൽ എന്ത് ചെയ്യും, davavoice.com, ദാവാ വോയിസ് DAWA davavoice.com എൻ്റെ മാത്രമല്ല എല്ലാവരുടെ പ്രസംഗവും കിട്ടും. അതെപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നെറ്റിൽ കേട്ടോ. കാസറ്റുകളും CD-കളും നിങ്ങൾക്ക് ഇഷ്ടം പോലെ കേൾക്കാൻ പറ്റും. നമ്മളിതിൻ്റെ നിങ്ങളുടെ വിലയിരുത്തൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളിലെ പിന്നെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, നിങ്ങൾ എഴുതി തന്നതിനെ കുറിച്ചൊരു
അവലോകനം. ഞാനെല്ലാം വായിച്ചു കേട്ടോ. പിന്നെ 41 പേര് ഇതിലെഴുതിയത് ഞാൻ എൻ്റെ ജീവിതം മാറ്റാൻ തീരുമാനിച്ചു എന്നാണ് എഴുതിയത്. അത് 41 ആൾ മാത്രമല്ല, അത് അങ്ങനെ എഴുതിയാണ്. ബാക്കിയുള്ളവരൊക്കെ അത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും ഇത് ശ്രദ്ധിക്കണേ, അതായത് കൃത്യമായി ഇതിൽ എഴുതിയ ആളുകൾ 41 പേര് അങ്ങനെ എഴുതി. ഞാൻ ഇനി മുതൽ എൻ്റെ ലൈഫിൽ എന്ത് ചെയ്യും, ശ്രദ്ധിക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇത് നേർക്കുനേരെ വാചകത്തിൽ തന്നെ എഴുതിയതാണ് കേട്ടോ. എല്ലാവരുടെയും അഭിപ്രായക്കുറിപ്പിൽ അതുണ്ട്, ഒരു മാറ്റത്തിന്റെ സൂചന. പിന്നെ 44 ആളുകൾ പറഞ്ഞത് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നാണ്. മനസ്സിലായി, ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നാണ് ബാക്കിയുള്ള ആൾക്കാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം, ഈ ക്ലാസ്സിനെ അനുബന്ധിച്ച് നമ്മൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് അടിസ്ഥാന പ്രശ്നം. 9 ആളുകൾ ക്വസ്റ്റ്യൻ ചോദിച്ചു, 9 പേര്. മനസ്സിലായില്ലേ? അതിൽ ഒരാളുടേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. അതായത് ഞാൻ ഖുർആനിലെ ആയത്ത് ഓതിയപ്പോൾ അതിൽ ചെറിയ തെറ്റ് വന്നു, അത് ശ്രദ്ധിക്കണം എന്നാണ് ഒരാൾ എഴുതി തന്നത്. അത് ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. അത്തരം തിരുത്തുകളാണ് നമ്മൾ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ ഒരല്പസമയം നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിന് ശേഷം അയാൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ആരാണ്? ഇനി ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ അല്ലെ? അപ്പൊ ചോദ്യം ചോദിച്ചത് ഒരാളാണെങ്കിലും ഉത്തരം നിങ്ങൾ എല്ലാവരും കേൾക്കണം കേട്ടോ. ശ്രദ്ധിക്കുമല്ലോ, നേരത്തെ ഇരുന്നമാതിരി ഇരിക്കൂലേ അല്ലെ? കുറച്ച് സമയം കൂടി ഒന്ന് സഹായിച്ചു. പിന്നെ ഞാൻ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ അധികാരം കൊടുത്തത് കൊണ്ട് തന്നെ എന്നെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് അഫയർ ഉള്ളവർ ദീനില്ലാത്തവരാവുമെന്ന് എന്താണ് ഇത്ര ഉറപ്പ് എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ആരെങ്കിലുമൊക്കെ ഇങ്ങനത്തെ അലയൻസുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവര് മോൻ ഇവിടെ കേട്ടോ, ഇവിടെ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? ശരി. അപ്പൊ ഇത് ഒരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, ഒരാൾ പറഞ്ഞു ആ പെൺകുട്ടിനെ ഞാൻ വിവാഹം കഴിക്കും, അവൾ നല്ല ദീനുള്ള കുട്ടിയാണ്. അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കണം, എന്താ വെച്ചാൽ ദീനുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവള് എന്നോട് സംസാരിക്കാനും മെസ്സേജ് അയക്കാനും ഒക്കെ തയ്യാറാവുക എന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, അങ്ങനെയുള്ള കുട്ടികളൊന്നും ദീനില്ലാത്തവരാണെന്ന് നിങ്ങൾ എന്തുകൊണ്ടാണ് ഉറപ്പ് പറയുന്നത്? രണ്ടാമത്തെ ചോദ്യം, കല്യാണം കഴിയുന്നതോടെ എല്ലാ തെറ്റും തീരില്ലേ എന്നാണ് ചോദിക്കുന്നത്. അവർ തമ്മിൽ വിവാഹം കഴിഞ്ഞാൽ എല്ലാ തെറ്റും തീരില്ലേ? ഇത് രണ്ടും നമുക്ക് മനസ്സിലാവണില്ല. എന്താ വെച്ചാൽ ഒന്നാമത്തെ ചോദ്യത്തിലുള്ളത് എന്താന്ന് വിചാരിച്ചാൽ, പിന്നെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഈ സൗദി അറേബ്യയിലെ ഒരു പ്രഗത്ഭനായ ഒരു പണ്ഡിതനോട് ഒരാൾ ചോദിക്കുന്ന ചോദ്യമാണ്, ഇങ്ങനെയുള്ള പരിചയത്തിലൂടെ ഉണ്ടാകുന്ന വിവാഹങ്ങൾക്ക് തകരാറുണ്ടോ എന്ന് ചോദിക്കണം. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വിവാഹത്തിൽ ഏറ്റവും പ്രധാനം ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ളവർക്ക് മുൻഗണന കൊടുക്കണം എന്നാണ്. അപ്പൊ ഇങ്ങനെ മുമ്പ് കാലത്ത് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് ദീൻ ഇല്ലാന്ന്, ദീനുള്ളവർ അങ്ങനെ ബന്ധപ്പെടില്ല. കാരണം കുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം, കണ്ണുകൊണ്ട് നോക്കുന്നത് പോലും തെറ്റാണ്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കണ്ണുകൊണ്ട് നോക്കിയാൽ വ്യഭിചാരമാണെന്ന്, സംസാരിച്ചാൽ നാവ് കൊണ്ടുള്ള വ്യഭിചാരമാണ്. പിന്നെ എങ്ങനെ നമ്മൾ ദീനുണ്ട് എന്ന് പറയാൻ നമുക്ക് പറ്റൂല. രണ്ടാമത്തത്, കല്യാണം കഴിഞ്ഞാൽ എല്ലാ തെറ്റും തീരില്ലേന്നാണ്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധത്തിലൂടെ വിവാഹത്തിലേക്ക് വന്നാൽ ഒരു പക്ഷേ ആ വിവാഹത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ പ്രയാസമായിരിക്കും. പടച്ചോന് ഇഷ്ടമില്ലാത്തൊരു വഴിയിലൂടെയാണ് അവർ വിവാഹം കഴിക്കുന്നത്. ആകുന്നതിന് മുമ്പ് വിവാഹിതരെ പോലെ ജീവിച്ച് തെറ്റായ ബന്ധങ്ങൾ പുലർത്തി അത് അവസാനം കല്യാണമായി മാറിയാൽ ആ ദാമ്പത്യത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പ്രയാസമായിരിക്കും. മനസ്സിലായി? അപ്പോൾ തെറ്റ് തീരല്ല ചെയ്യുക, ജീവിതത്തിൽ പ്രയാസങ്ങൾ ആരംഭിക്കുകയായിരിക്കും ചെയ്യുക. പിന്നെ സിഗരറ്റ് വലിക്കുന്നതിനെ പറ്റിയാണ് ചോദിച്ചത് കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒരു സംഗതി ഇവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല എന്നുള്ളതിലേക്കാണ് അത് പരാമർശിക്കാതെ പോയത്. അതുകൊണ്ട് എനിക്കൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. എല്ലാ തെറ്റുകൾക്കും അഡിക്ഷൻ ഉണ്ട്. നമ്മൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ചെയ്താൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ 8ാം ക്ലാസ്സിന് താഴെയുള്ള ആളുകൾ നിന്നാട്ടെ, ആൺകുട്ടികളിൽ 8ാം ക്ലാസ്സിന് താഴെയുള്ള ആൾക്കാർ
ഇരിക്കൂ 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 ഇരിക്കൂ. സിഗരറ്റ് വലിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചത്. നമ്മൾ ഈ തെറ്റു ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിൻ്റെ വിഷമങ്ങളാണ്, ടെൻഷൻ. ഒരാൾ മദ്യപാനി ആവുന്നത് അയാൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അയാൾ മദ്യപാനത്തേക്ക് പോകുന്നത്. പിന്നെ പ്രയാസം വരുന്തോറും മദ്യപിച്ചുകൊണ്ടേയിരിക്കും. ഇതേപോലെ മ്യൂസിക് കേൾക്കുന്ന ആൾക്കാരുണ്ട്. ഇസ്ലാമിൽ തെറ്റാണ്, ഹറാമാണ് മ്യൂസിക്, കേൾക്കാൻ പാടില്ല. കേട്ടാൽ അഡിക്ഷൻ വരും. മ്യൂസിക് കേട്ടാൽ ആദ്യം 1 മണിക്കൂർ വെറുതെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയാണ് കേൾക്കുക. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കേൾക്കും, ഉറങ്ങുമ്പോൾ കേൾക്കും, യാത്ര ചെയ്യുമ്പോൾ കേൾക്കും. പിന്നെ മ്യൂസിക് തന്നെ ആയിരിക്കും 24 hours. എക്സാമിൻ്റെ തലേന്നും കേൾക്കും, എക്സാമിന് പോകുമ്പോഴും കേൾക്കും. അതാണ് അഡിക്ഷൻ. അതുകൊണ്ട് വളരെ ഗുരുതരമായ അപകടങ്ങൾ സംഭവിപ്പിക്കുന്ന കാര്യമാണ് ഏത്? പുകവലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒന്ന്, നമ്മളത് ചെയ്യുമ്പോൾ ഇതേപോലെയുള്ളൊരു ലഹരിയുടെ അവസ്ഥ നമുക്കുണ്ടാവുന്നുണ്ട്. നമ്മൾ നമ്മുടെ സ്വന്തം ജീവിതത്തെയും ആരോഗ്യത്തെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ വലിച്ചു തീർത്ത ഒരു സിഗരറ്റിൻ്റെ പൈസ അതൊരു മാസം, ഒരു വർഷം, ഒരു ജീവിതകാലം മുഴുവൻ ലക്ഷക്കണക്കിന് രൂപയുണ്ടാകും. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ കയ്യിൽ വന്ന പണത്തെയും ചെലവാക്കിയ പണത്തിൻ്റെയും കണക്ക് പറയാതെ കടന്നു പോവില്ല. സിഗരറ്റ് വലിക്കുന്ന ഒരാളെ ആർക്കും ഇഷ്ടപ്പെടാൻ പറ്റില്ല. സ്വന്തം കുട്ടികൾ പോലും അടുത്തേക്ക് വരാൻ മടിക്കും. അടുത്തുനിന്ന് നമസ്കരിക്കുന്നവൻ അതിന് അവൻ്റെ വായ ശല്യമായിരിക്കും. എവിടെയും പ്രശ്നമാണ്. അതുകൊണ്ട് മാന്യതയുള്ള ഒരാൾക്ക്, മതപരമായോ ഭൗതികമായോ മാന്യതയുള്ള ഒരാൾക്ക് ഒരിക്കലും യോജിക്കാത്തതാണെന്ത്? ഏത്? സിഗരറ്റ്. അതുകൊണ്ട് അത് തൊട്ടുപോയാൽ അഡിക്റ്റ് ആവും. ജീവിതത്തിൽ വലിയ വിഷമങ്ങൾ അതുമൂലം ഉണ്ടാകും. എല്ലാ തെറ്റുകൾക്കും അഡിക്ഷൻ ഉണ്ട്. നമ്മൾ അതിന് വിധേയമാകും. പിന്നെ രക്ഷപ്പെടാൻ നല്ലോണം ശ്രമിച്ചാലേ പറ്റുള്ളൂ. അതുകൊണ്ട് തെറ്റുകൾ തുടങ്ങാതിരിക്കലാണ് എപ്പോഴും നല്ലത്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. നമുക്ക് പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനുള്ള മാർഗങ്ങളാണ് ഫോൺ. ഇപ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഫോൺ കൊണ്ട് എല്ലാ തമ്മാടുത്തവും നടക്കും. അതുകൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? പക്ഷെ ഫോൺ ഉപയോഗിക്കുന്നവൻ നല്ലതിനെ ഫോൺ ഉപയോഗിക്കാവൂ. ഫോണിൻ്റെ ഗാലറിയിൽ നല്ലതേ ഉണ്ടാവാവൂ. ഫോൺ കൊണ്ട് നല്ല ആവശ്യങ്ങൾക്കേ ഫോൺ വിളിക്കാവൂ. എന്ന പോലെ ഫേസ്ബുക്ക് ഒരാൾ ഉപയോഗിക്കുന്നത് തെറ്റാന്ന് നമ്മൾ പറയില്ല. പക്ഷെ ആ ഫേസ്ബുക്ക് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കിയ ദീനിന് വിരുദ്ധമായി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഉപയോഗിക്കാൻ പാടില്ല. അപ്പം അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ട് നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ തടസ്സപ്പെടുത്തും, വേണ്ടാന്ന് പറയും. അത് അനുവദിച്ചു കൊടുക്കും രക്ഷിതാക്കന്മാർ മക്കൾക്ക്. എപ്പോഴും മക്കളെ വിശ്വാസമുണ്ടെങ്കിൽ, മക്കളെ വിശ്വാസം വേണം, എന്നാൽ അനുവദിക്കും. ഇപ്പം ഞാനിപ്പോൾ ഈ യാത്രയിൽ തന്നെ ജിദ്ദയിൽ ചെന്നപ്പോൾ അവിടെ ഒരു വീട്ടിൽ കയറി. അപ്പോൾ ആ വീട്ടിൽ ഒരു പയ്യുണ്ട്. അവന് ചെറിയ കുട്ടിയാണ്, ഒരു UP സ്കൂളിലൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പയ്യാണ്. അവനെ കൊണ്ട് വാപ്പ എല്ലാ കാര്യം ചെയ്യിപ്പിക്കാം. നെറ്റും എല്ലാ സംഗതികളും വാപ്പനേക്കാളും പരിചയം അവനാണ്. പക്ഷെ വാപ്പക്ക് അവന് ഭയങ്കര വിശ്വാസമാണ്. ആ വിശ്വാസം കൊണ്ടാണ് അവനൊക്കെ അനുവദിച്ചു കൊടുക്കുന്നത്. വിശ്വാസം ഉള്ള മക്കൾക്ക് പണം കൊടുക്കും, മൊബൈൽ കൊടുക്കും, എല്ലാം കൊടുക്കും. ഫേസ്ബുക്കും നെറ്റൊക്കെ സ്വതന്ത്രമായി ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇവൻ വിശ്വസ്തനല്ല എന്ന് നിങ്ങളെപ്പറ്റി സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കൊന്നും അനുവദിക്കില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ക്ലാസ്സുകൾ കേട്ടു, ഇപ്പോൾ നിങ്ങൾ നാളെ മുതൽ എന്ത് ചെയ്തു? രാവിലെ വിളിക്കാതെ എഴുന്നേറ്റു, സുബഹിക്ക് എഴുന്നേറ്റു, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചു. അപ്പോൾ നിങ്ങൾ ചേഞ്ച് കാണുമ്പോൾ മാതാപിതാക്കൾ വിചാരിക്കും എൻ്റെ കുട്ടിക്ക് മാറ്റം വന്നു. അതൊരു വിശ്വസ്തതയാണ്. ആ വിശ്വസ്തത വരുന്നതോടുകൂടെ നമുക്ക് എന്ത് ചെയ്യും? എല്ലാം അവർ അനുവദിച്ചു തരും. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വിശ്വസ്തരായ ആളുകൾക്ക് എല്ലാം ചെയ്യാം. വിശ്വസ്തരല്ലാത്തവർക്ക് ഒരു ഫോൺ പോലും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് വിശ്വാസ്യത നേടിയെടുക്കുക. അതാണ് വീട്ടിൽ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. എന്തും ഉപയോഗിക്കാം, നല്ലതിന് മാത്രം കേട്ടോ, ഒരു പ്രശ്നമില്ല. പിന്നെ ചോദിച്ചൊരു ചോദ്യം, നൽകിയ വാഗ്ദാനം എങ്ങനെ ലംഘിക്കും എന്ന പാപബോധം മനസ്സിനെ അലട്ടുന്നു എന്നാണ്. അതായത് ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ച ആൾക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബന്ധം നിലനിൽക്കുന്നു. ഒരു ആൺകുട്ടിയോടോ ഒരു പെൺകുട്ടിയോടോ ബന്ധം നിൽക്കും. അപ്പം അവർ തമ്മിൽ എന്തുണ്ട്? മേലിൽ വിവാഹിതരാകാം എന്നൊരു വാഗ്ദത്വമുണ്ട്.
ഈ ക്ലാസ് കേട്ടു, ഇനി ആ ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചാൽ പറഞ്ഞ വാക്ക് ലംഘിക്കലല്ലേ എന്നാണ് ക്വസ്റ്റ്യൻ്റെ ആശയം. മനസ്സിലായില്ലേ ക്വസ്റ്റ്യൻ? പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പെൺകുട്ടിക്ക് ഒരാൺകുട്ടിക്ക് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്ന ഒരു കരാറ് കൊടുക്കാൻ ഇസ്ലാമിൽ ഒരവകാശവും ഇല്ല. അപ്പോൾ അനുവദനീയമല്ലാത്ത ഒരു കരാർ, തെറ്റായ ഒരു കരാർ പാലിക്കാൻ ഒരിക്കലും എന്തല്ല, ബാധ്യസ്ഥരല്ല. അതിൻ്റെ പേരിൽ പരലോകത്തൊരു കുറ്റവും ഉണ്ടാകുന്ന പ്രശ്നവും ഇല്ല. മാത്രവുമല്ല, ഒരു ദീനിയായ നിലക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ഒരാൾ ഇത് അവസാനിപ്പിക്കുകയാണെങ്കിൽ, ആ വാഗ്ദത്തം അവസാനിപ്പിക്കുകയാണെങ്കിൽ അതവർക്ക് നാളെ പരലോകത്ത് എന്തായിരിക്കും? ഒരു പുണ്യമാവാനേ കാരണമുള്ളൂ. അത് അവസാനിക്കുന്നതുകൊണ്ട് ഒരു ദോഷമില്ല. അത് അവസാനിപ്പിച്ചു എന്ന് പ്രഖ്യാപിക്കലാണ് ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യം. കാരണം നമുക്ക് വാപ്പയുണ്ട്, രക്ഷിതാവുണ്ട്, അവരെ സമ്മതവും അനുവാദവും ഇല്ലാതെ ഒരു നിലക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ ഒരു കരാറ് കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ഒരു കരാറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലംഘിക്കുന്നതാണ് പുണ്യം, അത് ലംഘിക്കാതിരിക്കുന്നതാണ് കുറ്റം. പിന്നെ ചോദ്യം ചോദിച്ചത്, ഞങ്ങളുടെ ഫ്രണ്ട്സ് ക്രിസ്മസ്, ബർത്ത്ഡേ പോലുള്ള ആഘോഷങ്ങൾക്ക് ഞങ്ങൾക്ക് സമ്മാനങ്ങൾ തരാറുണ്ട്, എങ്ങനെ പ്രതികരിക്കണം എന്നാണ്. രണ്ട് ചോദ്യമുണ്ട്. ഒന്നാമത്തെ ചോദ്യം, നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളും മറ്റുള്ള മതസ്ഥരും തമ്മിൽ ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തിലാണ്, തൗഹീദിലാണ്. മനസ്സിലല്ലേ? നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും തൗഹീദിനെ കേന്ദ്രീകരിച്ചാണുള്ളത്. മറ്റുള്ളവരുടെ എല്ലാ വിശ്വാസങ്ങളും ബഹുദൈവത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ അവരുടെ ആഘോഷങ്ങളും ആരാധനകളും ഇപ്പോൾ എത്രമാത്രം ചിലപ്പോൾ ക്രിസ്മസ് നിങ്ങൾ ആരും ചോദിക്കും, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജനിച്ചതിൻ്റെ ജന്മദിനമല്ലേ? യേശു എങ്ങനെ ജനിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നത്? ദൈവത്തിൻ്റെ പുത്രനായി. അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഈ ആകാശം മുഴുവൻ പൊട്ടിപ്പിളരുമാറ് ഗൗരവപരമായൊരു വാക്കാണ്. അപ്പോൾ അള്ളാഹുവിന് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞത് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ കേക്ക് നമുക്ക് കഴിക്കാൻ പറ്റൂ? അതിൽ നമുക്ക് പങ്കാളിയാകാൻ പറ്റൂ? ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, നോമ്പ് നോറ്റ് നിങ്ങൾ സ്കൂളിൽ പോയി, അപ്പോൾ നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് തന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞു എനിക്ക് നോമ്പാണ്. ആ, നിനക്കിപ്പോൾ എന്നോട് ഇഷ്ടമല്ലല്ലേ, ഇതുവരെ ചോക്ലേറ്റ് തന്നാൽ നീ തിന്നും, ഇന്നിപ്പോൾ നിനക്ക് പറ്റൂലല്ലേ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇനി വേണ്ട എന്ന് പറഞ്ഞാലോ, ആ എന്നാൽ പിന്നെ പ്രശ്നമല്ല, ഈ നോമ്പ് ഞാൻ പിന്നെ നോറ്റോണ്ട് ഞാൻ ചോക്ലേറ്റ് കഴിക്കുക, എന്നാലും പറയൂട്ടോ നിങ്ങൾ പറയണം. അപ്പം ആ സുഹൃത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കണത്, എനിക്കെന്നും നിന്റെ ചോക്ലേറ്റ് തിന്നാം, പക്ഷെ ഇന്ന് തിന്നാൻ പറ്റൂല. എന്താ ഞങ്ങളുടെ വിശ്വാസത്തിൽ യേശു ഒരു പ്രവാചകനാണ്, നിങ്ങളുടെ വിശ്വാസത്തിൽ യേശു എന്താണ്? ദൈവപുത്രനാണ്. അപ്പൊ നിങ്ങൾ ആഘോഷിക്കുന്നത് യേശു ദൈവപുത്രനാണെന്നതിന്റെ സന്തോഷമാണ്, അതിൽ ഞങ്ങൾക്ക് കൂടാൻ പറ്റൂല. മനസ്സിലേ? അത് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം, അതേ ചെയ്യാൻ പറ്റൂ കേട്ടോ. മറ്റൊന്ന്, ഞങ്ങളുടെ സുഹൃത്തുക്കളായ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെയാണ് അറിയിക്കേണ്ടത്? അള്ളാഹു ഉണ്ടെന്ന് അറിയിക്കാൻ പണിയില്ലല്ലോ, അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പണിയുണ്ടോ? അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാൻ പണിയുണ്ടോ? നിങ്ങൾ ടാപ്പ് തിരിക്കൂലേ? ടാപ്പ് തിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളൊരു വാൽവാണ്. ടാങ്കിൽ നല്ല ഫോഴ്സിൽ വെള്ളം ഉണ്ടെങ്കിലും പുറത്തേക്ക് വരാതെ തടഞ്ഞു നിൽക്കുന്ന ഒരു വാൽവ് ഉണ്ടായിരുന്നു. ഹൃദയത്തിനൊരു വാൽവുണ്ട്. ഈ ടാപ്പിന്റെ ഉള്ളിലുള്ള വാൽവ് ഏതോ ഒരു എഞ്ചിനീയറുടെ ബുദ്ധിയാണ് അല്ലേ? അയാളുടെ ബുദ്ധിയല്ലേ? ഹൃദയത്തിന്റെ വാൽവ് ആരുടെ ബുദ്ധിയാണ്? ഒരു ഭാഗത്തേക്ക് മാത്രമേ തുറക്കുള്ളൂ. അങ്ങനത്തെ ഒരു വാൽവ് നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വെച്ചില്ലേ, അത് ആരെ ബുദ്ധിയാ? നമ്മളെ വാപ്പാന്റെ ബുദ്ധിയാ? ഡോക്ടർമാരെ ബുദ്ധിയാ? ആ ബുദ്ധി ആരുടേതാണോ അവനാണ് നമ്മുടെ സൃഷ്ടികർത്താവ്. ഒരു അള്ള ഉണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഉണ്ടോ? പ്രയാസമുണ്ടോ? ഒരു പ്രയാസമല്ല. പിന്നെ അള്ളാഹു ആരാണെന്ന് പരിചയപ്പെടുത്താനും നമുക്ക് പ്രശ്നമില്ല. നമ്മൾ മനസ്സിലാക്കിയ കാര്യം അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അള്ളാഹിനെ പരിചയപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല ആയത്താണ് സൂറത്തുൽ ബഖറയിലെ 255. നിങ്ങൾക്ക് കാണാതെ അറിയാലോ, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുൽ ഹയ്യുൽ ഖയ്യൂം. പിന്നെ പരിചയപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആയത്താണ് വിശുദ്ധ ഖുർആനിലെ 112-ാമത്തെ അധ്യായം, ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു ഏകൻ കേട്ടോ, പടച്ചവൻ ആരാണ് വളരെ കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ആയത്താണ്. നമ്മൾ വായിക്കുക, പഠിക്കുക, അപ്പം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ നേരത്തെ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതിനെ പറ്റി രണ്ടാമത് ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ, എല്ലാം ഉപയോഗിക്കാം നല്ലതിന് വേണ്ടിയാണെങ്കിൽ. പിന്നെ പുരികം വരക്കാൻ പറ്റുമോ?
അതേപോലെ തന്നെ മുടി കളർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. നമ്മൾ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കുക, സൗന്ദര്യം വർദ്ധിപ്പിക്കാവുന്ന ഒന്നും ഉപയോഗിക്കാൻ അനുവാദമില്ല കേട്ടോ. അത് കൃത്രിമമായ ഇത് ഏതാണെങ്കിലും സൗന്ദര്യം പ്രകടിപ്പിക്കാൻ ഏറ്റവും നല്ല സൗന്ദര്യം നമ്മുടെ ശരീരമാണ്. അങ്ങനെ അനുവാദമുണ്ടെങ്കിൽ അതാണ് പ്രകടിപ്പിക്കാൻ അനുവാദം ഉണ്ടാകേണ്ടിയിരുന്നത്. അപ്പം അത് അനുവദിക്കാതിരുന്നതുകൊണ്ട് എന്ത് ചെയ്യുക, സുഗന്ധങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതിനൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യം അനുവാദവും ഉണ്ട്. എപ്പോൾ ഒരു വിവാഹം കഴിഞ്ഞാൽ തങ്ങളുടെ ഭർത്താവിന് വേണ്ടി എന്ത് സൗന്ദര്യവും ഉപയോഗിക്കാൻ ഒരു സ്ത്രീക്ക് പൂർണ്ണമായ അധികാരവും സ്വാതന്ത്ര്യവുമുണ്ട്. എന്നാൽ അന്യ ഒരു പുരുഷന്റെ മുന്നിൽ സൗന്ദര്യത്തോടെ പ്രത്യക്ഷപ്പെടാൻ ഒരു സ്ത്രീക്ക് പാടില്ല കേട്ടോ. ഇതൊക്കെ പ്രത്യേകം വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ്. മറ്റൊരു ചോദ്യം, പെൺകുട്ടികൾക്ക് പർദ്ദയുടെ അടിയിൽ ജീൻസ്, ടീഷർട്ട് എന്നിവ ധരിക്കാൻ പറ്റുമോ എന്നാണ് ഒരു ചോദ്യം. ഇതിലൊരു പർദ്ദ പൂർണ്ണമായി ധരിച്ച അതിൻ്റെ ഉള്ളിൽ എന്ത് വസ്ത്രമാണെന്ന് എന്ത് വസ്ത്രം ധരിച്ചാലും അതാരും അറിയാൻ പോകുന്നില്ല. പക്ഷേ ആ മനസ്ഥിതിയിൽ എനിക്ക് എന്തോ ഒരു പ്രയാസം. ആ ഒരു മനസ്ഥിതിയിൽ എന്താണ് ആ മനസ്ഥിതി? ഇപ്പോൾ ഞാൻ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും പോയപ്പോഴൊക്കെ അവിടെ പുതിയൊരു സംസ്കാരം ഞാൻ കണ്ടു സ്ത്രീകൾ. എന്താ സംസ്കാരം എന്ന് വെച്ചാൽ എല്ലാവരും മഫ്തിട്ടുണ്ട്. ആ മഫ്ത എന്ന് വെച്ചാൽ കളർ മഫ്തകൾ മാത്രം. ആ മഫ്ത തലയിൽ മാത്രം ഒതുങ്ങും. പിന്നെ ടീഷർട്ട്, പിന്നെ ജീൻസ്. ഇതാണ് അവിടെയുള്ള എല്ലാ പെൺകുട്ടികളുടെയും വേഷം. അപ്പം അവരോട് നമ്മൾ മറക്കണം എന്ന് പറഞ്ഞാൽ മറിഞ്ഞിട്ടില്ലേ വയ്ക്കും. മറക്കണം നമ്മൾ പറഞ്ഞാൽ അവർ നമ്മൾ തിരിച്ചു വയ്ക്കും, മറിഞ്ഞിട്ടില്ലേന്ന് വയ്ക്കും. മനസ്സിലായി? അതുകൊണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വളരെ യുക്തിഭദ്രമായൊരു പ്രയോഗം നടത്തിയത്. കാസിയാത്തുൻ അരിയാത്ത്, ധരിച്ചവരാണ് നഗ്നകളാണ്. എങ്ങനെ പറയാം? നിങ്ങളൊക്കെ എല്ലാവരും ഇവിടെ ഉണ്ട്, ഇവിടെ ഇല്ല പറയാൻ പറ്റൂ? നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ഇരിക്കണില്ല പറയാൻ പറ്റൂ? ധരിച്ചവരാണ് നഗ്നകളാണ്. എന്താ? ഷെയ്ഖ് സാലിഹ് ഇബ്നു ഉസൈമീൻ പണ്ഡിതൻ അദ്ദേഹം ഇതിനെ വിശദീകരിച്ചു 3 രൂപത്തിലാണ്. ധരിച്ചവരാണ് നഗ്നകളാണ്. എന്താ ധരിച്ചത്? ഒന്ന് തന്നെ ദേഹത്തിൽ ഒട്ടിച്ചേർന്ന വസ്ത്രം, ഒരു ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യുക, നിൽക്കുക. ധരിച്ചു വെച്ച് ധരിച്ചു, എന്നാ ധരിച്ചിന്റെ ഒരു ഗുണമില്ല. രണ്ടാമത്തെ അദ്ദേഹം പറഞ്ഞ നേരിയ വസ്ത്രം, അതായത് വസ്ത്രം ധരിച്ചിട്ട് ഉള്ളിലുള്ള ഇന്നറുകളൊക്കെ കാണുന്ന രൂപത്തിലുള്ള വസ്ത്രം, അതും ധരിച്ചിട്ടുണ്ട്, പക്ഷെ എന്താണ്, നഗ്നയാണ്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞത് കയ്യിന്റെ കുപ്പായത്തിന്റെ കൈ എന്ത് ചെയ്യും, കൈ ഉണ്ടാവും, ഫുൾ കൈ ആയിരിക്കും, എന്നാൽ മുഴുവൻ എത്തിയിട്ടുണ്ടാവില്ല, 3/4 നിൽക്കും. മനസ്സിലായില്ലേ? എല്ലാം പൂർണ്ണമാവില്ല. കഴുത്തിന്റെ ഒരു ഭാഗം കാണുന്നുണ്ടാവും, ചുമലിന്റെ ഒരു ഭാഗം കാണുന്നുണ്ടാവും, കൈയിന്റെ ഒരു ഭാഗം കാണുന്നുണ്ടാവും. ധരിച്ചു എന്ന് വെച്ചാൽ ധരിച്ചു, എന്നാൽ ചില ഭാഗങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ 3 രൂപമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജീൻസും ഇതും ധരിച്ചാൽ മാത്രമേ ഒരു വസ്ത്രത്തിന്റെ സുഖം മനസ്സിന് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ മനസ്സിന് എന്തോ തകരാറുണ്ട്. അപ്പോൾ പർദ്ദ ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉള്ളിലുള്ള വസ്ത്രം എന്താവുന്നതിന് വിരോധമില്ല. പക്ഷേ സ്വാഭാവികമായും ഒരു ജീൻസും ഷർട്ടും ടീഷർട്ടും ഒക്കെ ധരിച്ചവർ അത് മറ്റുള്ളവർ കാണാനും യാദൃശ്ചികമായി കാണുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ഇത്രയും ടൈറ്റായ വസ്ത്രം ധരിച്ച് ഇടങ്ങേറായി നടക്കേണ്ട ആവശ്യം എന്തെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പം അത് ഒഴിവാക്കുന്നതായിരിക്കും നന്നായിരിക്കാൻ തോന്നുക. നമ്മൾ ഉള്ളിലുള്ള വസ്ത്രം എപ്പോഴും, പുറത്തെ വസ്ത്രത്തിന് എന്തെങ്കിലും വിഷമം വന്നാൽ നമ്മളുടെ നഗ്നതകളെ മറക്കാൻ സഹായകമായിട്ടാണ്. അപ്പം അതിന് പറ്റുന്ന വസ്ത്രമായിരിക്കും ഉള്ളിൽ നന്നായിരിക്കാൻ. വളരെ പ്രസക്തമായൊരു ചോദ്യം, മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് പറയണത്? നമുക്കിഷ്ടമുള്ളതൊക്കെ തെറ്റ്. എന്താ ഇത് ഇങ്ങനെ പറയണത്? അതൊരു ഭയങ്കര ചോദ്യമാണ് അല്ലേ? മനസ്സിലായി? ഇത് നമ്മൾ പേര് എഴുതാത്തതുകൊണ്ട് ഞാൻ പറയാണ്. പേര് എഴുതാത്തതുകൊണ്ട് മാത്രം പറയാൻ കേട്ടോ. മനസ്സിന് 2 അവസ്ഥകളുണ്ട്. ഒരവസ്ഥ എന്താന്ന് ചോദിച്ചാൽ കറഹ ഇലൈഹിമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ. നല്ല മനസ്സുകൾക്ക് എപ്പോഴും തെറ്റായ കാര്യങ്ങളോടൊക്കെ വെറുപ്പായിരിക്കും. നല്ല മനസ്സിന് തെറ്റിനോടൊക്കെ വെറുപ്പ്. ചീത്ത മനസ്സുകൾക്കോ തെറ്റിനോടൊക്കെ ഇഷ്ടം. എന്തൊക്കെ തെറ്റുണ്ടോ അതൊക്കെ ചെയ്യാൻ തോന്നും. എന്തൊക്കെ ശരിയുണ്ടോ അതിനോടൊക്കെ വെറുപ്പ്. അപ്പൊ ശരി പറയുന്നവരോടൊക്കെ ദേഷ്യം, തെറ്റിന് കൂട്ടു നിൽക്കുന്നവരോടൊക്കെ സന്തോഷം. അപ്പൊ മനസ്സിന്റെ ഒരു ദോഷമാണ്. മനസ്സിലായി? ഹൃദയത്തിൽ നല്ലതായി തോന്നുന്ന തെറ്റ്. അപ്പോ നമ്മളോട് വിരോധിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഗുണമുള്ളതാണ് കേട്ടോ. പലപ്പോഴും നമ്മുടെ മനസ്സ് തെറ്റുകൾക്ക് അടിമപ്പെട്ടത് കൊണ്ടാണ് പറയുന്നതെല്ലാം നമുക്ക് പ്രയാസമായി തോന്നാനുള്ള കാരണം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ.
ഇത് ഞാനിവിടെ വായിക്കേണ്ടതില്ല, എനിക്ക് തോന്നുന്നത് ഇത് ഈ ചോദിച്ച കുട്ടിയുടെ പാരൻസുമായി സംസാരിക്കേണ്ട ഒരു കാര്യമാണ്. ഏതായാലും വായിക്കാം അല്ലേ, ചോദ്യം വായിക്കാം. പിന്നെ ഞാൻ അറബിക് സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ ചേർത്തുന്നതിന് മുമ്പ് ഉമ്മ പറഞ്ഞു ഖുർആൻ മനപ്പാടമാക്കിയാൽ എന്നെ തിരിച്ച് ഇന്ത്യൻ സ്കൂളിൽ ചേർക്കും എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ ഖുർആൻ മനപ്പാടമാക്കി കഴിഞ്ഞപ്പോൾ ഉമ്മ വാക്കു മാറ്റി. ഞാൻ ഇസ്ലാമിക് സ്കൂളിൽ തന്നെ തുടരണം എന്ന് നിർബന്ധിച്ചു. പക്ഷേ എൻ്റെ താല്പര്യം സയൻസാണ്. ഉപ്പയ്ക്കും എൻ്റെ അതേ താല്പര്യമാണുള്ളത്. സയൻസ് എൻ്റെ വലിയ മോഹമാണ്. ഞാൻ എന്തു ചെയ്യണം എന്നാണ് കേട്ടോ. ഈ ചോദ്യത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അവസാനം വായിക്കാൻ തീരുമാനിച്ചത്. ഒന്ന്, ഞാൻ എല്ലാ രക്ഷിതാക്കന്മാരോടും പറയാം, നമ്മൾ കുട്ടികൾ ക്ലാസ് എടുക്കണമാതിരി രക്ഷിതാക്കന്മാർക്കും കൂടി ക്ലാസ് എടുക്കുന്ന ആളാണ് കേട്ടോ. അപ്പം ഞാൻ രക്ഷിതാക്കന്മാരോട് പറയാറുണ്ട്, നിങ്ങൾ കുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത് ആ കുട്ടികളെ എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. അതായത് നിന്റെ ഗുണത്തിന് വേണ്ടി മോനെ അല്ലെങ്കിൽ മോളെ ഇന്ന കാര്യം ചെയ്യുന്നു എന്നാരെ ബോധ്യപ്പെടുത്തണം? കുട്ടികളെ ബോധ്യപ്പെടുത്തണം. കാരണം നമുക്ക് ബോധ്യമല്ലാത്തൊന്നും നമുക്ക് ചെയ്യാൻ എന്താവൂല, സാധിക്കൂല. ഇപ്പൊ സ്കൂളിൽ പോകാൻ ആഗ്രഹമുള്ള കുട്ടിയെ ഹിഫ്ളിന് ചേർക്കുമ്പോൾ പാപ്പാക്ക് മാത്രം ഹിഫ്ളാക്കണമെന്ന് ബോധ്യമായിട്ട് കാര്യമില്ല, കുട്ടിക്കും കൂടി എന്ത് ചെയ്യണം, ആഗ്രഹം വേണം. അപ്പൊ നല്ല കുട്ടികൾക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കുട്ടികൾക്ക് താല്പര്യമുണ്ടാവും, അവർ സ്വയം സന്നദ്ധമാകും. അപ്പൊ അതുകൊണ്ട് കുട്ടികളെ താല്പര്യപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ രക്ഷിതാക്കന്മാർ ഇങ്ങനെ ചെയ്യാൻ കാരണം നമ്മളെ സ്കൂൾ മുടക്കാനോ നമ്മുടെ ഭാവി ആകെ തകരാറാകാനോ ഒന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ദീന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ ഒരു കുട്ടി ദീനിയായി മാറിയാൽ എനിക്ക് പരലോകത്ത് നല്ല ഗുണം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അവർ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട കാര്യം, ഒന്ന്, നമ്മുടെ ആഗ്രഹം നല്ല നിലയ്ക്ക് രക്ഷിതാക്കന്മാരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും. മോൻ ഹലോ, സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ രണ്ടുപേരും വൈകി വന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കൂല. കാരണം ഞാൻ അതിന് ആദ്യത്തെ അരമണിക്കൂർ ചെലവാക്കിയത് സംസാരിക്കാതിരിക്കാനാണ്. ഓക്കെ. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു, പിന്നെ അപ്പോ ഒന്നും തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ നല്ലതായി വിചാരിക്കുന്ന കാര്യം വാപ്പക്കും നമുക്ക് മനസ്സിലാവില്ല, വാപ്പയും നല്ലതായി വിചാരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഇത് ചെറിയൊരു പ്രശ്നമാണ്. അത് പരസ്പരം മനസ്സിലാക്കി കൊടുക്കലാണ് വിജയം. മനസ്സിലായി? അപ്പോ നിങ്ങളുടെ രക്ഷിതാക്കന്മാരോട് എന്ത് ചെയ്യുക, ഒരു നല്ല നിലക്ക് സംസാരിച്ചാൽ അവരിതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ നിങ്ങളുടെ താല്പര്യം അങ്ങോട്ടും പറഞ്ഞ് നല്ല നിലക്ക് വാപ്പാനോട് മുമ്പോട്ട് നമുക്ക് എന്തും സംസാരിക്കാം. വളരെ നല്ല നിലക്ക് നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അവർക്ക് വിഷമം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ഈ ചോദ്യം എഴുതി തന്ന ആളുടെ ഫാദറിന് എൻ്റെ നമ്പർ കൊടുക്കുക, ഒന്ന് വിളിക്കാൻ പറഞ്ഞാൽ ഇതിലുള്ള എൻ്റെ അഭിപ്രായം ഞാൻ അവരെ ബോധ്യപ്പെടുത്തും കേട്ടോ. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇതിലൊരു മനസ്സിലാകായ്മയാണ്. ആ വാപ്പൻ്റെ ഉമ്മൻ്റെ താല്പര്യം കുട്ടിക്ക് മനസ്സിലാവാതിരിക്കുക, കുട്ടിയുടെ താല്പര്യം വാപ്പക്കും ഉമ്മക്ക് മനസ്സിലാകാതിരിക്കുക. അത് പരസ്പരം ചർച്ച ചെയ്ത് പരസ്പരം ബോധ്യപ്പെടുത്തിയാൽ പരിഹരിക്കാവുന്ന കാര്യങ്ങളെ ഇതിലുള്ളൂ. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു കഴിഞ്ഞു. നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു അവലോകനമാണ് നിങ്ങൾ നടത്തിയിട്ടുള്ളത്. എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കാരണം ഇത് കേട്ട പല ആളുകളും ഇതനുസരിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം എടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ അനുവാദപ്രകാരം ചെയ്തൊരു കാര്യമാണെന്ത്, ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിന് വിരുദ്ധമായി പെരുമാറിയാൽ ഞാൻ അവരെ ഓർമ്മപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചില ആളുകൾ ഞാൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ അവരോടൊന്നും എനിക്കൊരു വിഷമമല്ല, എനിക്ക് അവരൊക്കെ ഇഷ്ടമാണ്. മനസ്സിലായി? ഞാൻ അവരോടൊക്കെ അത് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ക്ലാസ്സിൻ്റെ നല്ലൊരു അച്ചടക്കത്തിന് വേണ്ടിയാണ്. പൊതുവേ കുട്ടികളുടെ ക്ലാസ്സിൽ നമ്മൾ ചെറിയ അനുവാദങ്ങൾ കൊടുത്താൽ എന്ത് ചെയ്യും, ക്ലാസ് മൊത്തം ഡിസിപ്ലിൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ നമ്മൾ മറന്നു കഴിഞ്ഞു കേട്ടോ. എല്ലാവരും ഒരുപോലെയാണ്, ആരെക്കുറിച്ചും മനസ്സിൽ പ്രത്യേകമായ ധാരണകളില്ല. ഈ ക്ലാസ്സിനോട് ഇത്രയും അധികം നിങ്ങൾ സഹകരിച്ചു, നിങ്ങളുടെ രക്ഷിതാക്കന്മാർ താല്പര്യപൂർവ്വം നിങ്ങളവിടെ പങ്കെടുപ്പിച്ചു. ഇനി ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു, ഈ ക്ലാസ് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ വീട്ടിൽ നിന്നൊരു ക്ലാസ്സിന് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ എന്തിനൊരു ക്ലാസ് എന്ന് ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ചില ആളുകൾ. പക്ഷേ ഇവിടെ വന്ന് ക്ലാസ് കേട്ടപ്പോൾ അത് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. അങ്ങനത്തെവരോട് എനിക്ക് പറയാനുള്ളത്, വാപ്പയും ഉമ്മയും പറയുമ്പോൾ അല്പം അത് അനിഷ്ടകരമായി തോന്നിയാലും ഒരു പക്ഷേ നമ്മൾ അംഗീകരിച്ചാൽ നമുക്കത് പിന്നീട് സന്തോഷമായി ഭവിക്കും കേട്ടോ. നമ്മൾ മനസ്സിലാക്കുന്ന നമ്മുടെ ധാരണ പ്രശ്നമുള്ള കാരണം വീട്ടിൽ നിന്ന് ക്ലാസ്സിന് വരാൻ വേണ്ടി പറഞ്ഞാൽ നമുക്ക് വിഷമം, ക്ലാസ്സിന് വന്നപ്പോൾ നമുക്ക് സന്തോഷം. ക്ലാസ്സിന് വന്നാൽ സന്തോഷമുണ്ടാകും. ഈ ക്ലാസ് ഉപകാരപ്പെടുമെന്ന് അറിയുന്നത് കൊണ്ടാണ് വാപ്പയും ഉമ്മയും പോരാൻ പറഞ്ഞത്. പക്ഷെ നമുക്കത് അപ്പോൾ മനസ്സിലായില്ല. പലതും നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്
വാപ്പയോടും ഉമ്മയോടും നമുക്ക് ദേഷ്യം തോന്നാൻ കാരണം. പിന്നീട് മനസ്സിലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഖേദം തോന്നാൻ ഇടവരും. അതുകൊണ്ട് ഉറച്ച് തീരുമാനിച്ചുള്ളൂ. ഇന്ന് ഇവിടെ തീരുമാനിച്ച കാര്യം, എൻ്റെ മനസ്സിൽ ഞാൻ ഉറപ്പിച്ച കാര്യം എന്തായിരുന്നാലും ഞാൻ ചെയ്യും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. ആ തീരുമാനങ്ങളെ പ്രായോഗികമാക്കാൻ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ സംസാരവും ഈ ഇരുത്തവും ഈ കേൾവിയും എല്ലാം അള്ളാഹു നാളെ പരലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്നൊരു പ്രവർത്തനമാക്കി തീർക്കുമാറാവട്ടെ. നാം തീരുമാനിച്ച നല്ല മനസ്സ്, നല്ല തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ നാഥൻ നമ്മളെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്